ഓക്കെ. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തിട്ട് ആ ഒരു സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന തിയറി ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഈ തിയറി ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു എൻക്ലക്സ് ഹൈലൈറ്റഡ് പോയിന്റ് മാത്രം എടുത്തിട്ട് ഒരു എൻക്ലക്സിന് നമുക്ക് ഈ തിയറി എന്താണ് ആവശ്യമായിട്ടുള്ളതെന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ബിഗിനർ ആണെങ്കിലും ഒരു റിപ്പീറ്റഡ് ആണെങ്കിലും ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും. കാരണം ചിലപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തവർ തന്നെ പറയും എനിക്ക് ഞാൻ എവിടെയാണ് എനിക്ക് ഫെയിൽ ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് പറ്റിയത്. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ തന്നെ തിയറി മെയിനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സോണ്ടേഴ്സിന്റെ 9th എഡിഷൻ ആണ്. സോ 9th എഡിഷൻ നല്ലോണം വായിച്ച് പഠിച്ചാലും ഫെയിൽ ആവുന്ന സ്റ്റുഡൻസും ഉണ്ട്. സോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും അല്ല വേണ്ടത്, ഒത്തിരി ക്വസ്റ്റ്യൻസും അല്ല വേണ്ടത്. നമുക്ക് വേണ്ട എൻക്ലക്സിന് വേണ്ട ഒരു കാര്യം, ഒരു എൻക്ലക്സ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തിയറി. ആ തിയറിന് നമ്മൾ ന്യൂജൻ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നു, ന്യൂജൻ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റിയൽ ലൈഫ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ഈ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ നമ്മുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ ആ പേഷ്യന്റിന് എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. സോ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന് റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് നമുക്ക് നോർമൽ ഫൈൻഡിങ്സ് പറഞ്ഞിരിക്കണം, അബ്നോർമൽ ഫൈൻഡിങ്സും അറിഞ്ഞിരിക്കണം. അത് ജനറൽ ആയിട്ടുള്ള അബ്നോർമൽ ഫൈൻഡിങ്സ്. ഇൻ അഡിഷൻ നമുക്ക് ഓരോ കണ്ടീഷനും സ്പെസിഫിക് ആയിട്ടുള്ള ഫൈൻഡിങ്സും അബ്നോർമൽ ഫൈൻഡിങ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ ഒരു ഡയഗ്നോസിസിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ അസസ്മെന്റ് ആണ് ഇനിഷ്യൽ സ്റ്റെപ്പ്. നമുക്കറിയാം ഒരു നഴ്സിംഗ് കെയർ പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അസസ്മെന്റ് ആണ്. അസസ്മെന്റിനകത്ത് സബ്ജക്റ്റീവ് ഡാറ്റ ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ഡാറ്റ ഉണ്ടാവും. സബ്ജക്റ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ എന്നാ? സബ്ജക്റ്റീവ് ഡാറ്റ പേഷ്യന്റ് പറയും. സബ്ജക്റ്റീവ് ഡാറ്റ ആക്ച്വലി പേഷ്യന്റ് പറയുന്നതാണ് സബ്ജക്റ്റീവ് ഡാറ്റ. ഒബ്ജക്റ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യന്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അസസ്മെന്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് നമ്മൾ അതെ, ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ, ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യും. ഓരോ സ്റ്റെപ്സും ഫോളോ ചെയ്യുമ്പോൾ അവിടെ ആ പേഷ്യന്റിന്റെ നോർമൽ ഫൈൻഡിങ്സ് എന്താണോ അബ്നോർമൽ ഫൈൻഡിങ്സ് എന്താണോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അതിന്റെ ബേസിലാണ് നമ്മളൊരു ഡയഗ്നോസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. പേഷ്യന്റിന് ആസ്മയാണോ, പേഷ്യന്റ് COPD ആണോ, പേഷ്യന്റ് ന്യൂമോണിയ ആണോ. ഓക്കെ. ഇൻ അഡീഷൻ നമ്മൾ ലാബ് ഫൈൻഡിങ്സ് നോക്കും. ഇനി വേറെ എക്സ്റേ, റെസ്പിറേറ്ററി ആണ് മാത്രം പറയുന്നത്. റെസ്പിറേറ്ററി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റേ ഫൈൻഡിങ്സ് നോക്കും. ഇനി അതും കൂടാണ്ട് ചെസ്റ്റ് CT എടുക്കും. ഓക്കെ. ഇതൊക്കെ ഈ എല്ലാ ഒരു ഇതിന്റെ ബേസിലാണ് നമ്മളൊരു പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് നമ്മൾ ഫൈനൽ ചെയ്യുന്നത്. ഐ മീൻ ഫിസിഷ്യൻ ഫൈനലൈസ് ചെയ്യുന്നത്. ആ ഫൈനലൈസ് ചെയ്ത ഡയഗ്നോസിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ കെയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സെയിം ആണ് നമുക്ക് എൻക്ലക്സിന് നമുക്ക് വേണ്ടത്. ഈ അഡ്പി എന്ന മെത്തേഡാണ് നമുക്ക് യൂഷ്വലി വേണ്ടത്. അഡ്പി മീൻസ് A അസസ്മെന്റ്, D ഡയഗ്നോസിസ്, P പ്ലാൻ ഓഫ് ആക്ഷൻ, I ഇംപ്ലിമെന്റേഷൻ, E ഇവാലുവേഷൻ. ഓക്കെ. സോ ഒരു സിനാരിയോ നമുക്ക് തരുമ്പോൾ നമ്മൾ ഒരു കേസ് സ്റ്റഡി തന്നെ റിയൽ ലൈഫ് സിനാരിയോ ഉണ്ടാവും. ആ പേഷ്യന്റിന്റെ ഫൈൻഡിങ്സ് കണ്ടെത്തുക, പേഷ്യന്റ് എന്താണ് ഡയഗ്നോസിസ് എന്ന് കണ്ടെത്തുക, പേഷ്യന്റിന്റെ മോസ്റ്റ് പ്രയോറിറ്റി നീഡ്. അതൊരു NCSPNന്റെ ഒരു മെയിൻ ക്രൈറ്റീരിയ ആണ്. എന്താ? പ്രയോറിറ്റൈസേഷൻ ഓഫ് നീഡ് നമ്മൾ അസസ് ചെയ്യുക. അത് മാനേജ്മെന്റ് ഓഫ് കെയറിനകത്താണ് വരുന്നത്. സോ ഒരു കെയർ നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റ് ഓഫ് കെയർ, റിഡക്ഷൻ ഓഫ് റിസ്ക് പൊട്ടൻഷ്യൽ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ, ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. NCSBN തന്നേക്കുന്ന ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയ ബേസിലായിരിക്കും നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻസും. ഓക്കെ. ഇനി ഇത് ജനറൽ ആയിട്ട് ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം എന്ന് പറയുന്ന ഒരു 5 hour എക്സാം ആണ്. മിനിമം 85 ക്വസ്റ്റ്യൻ, മാക്സിമം 150 വരെ പോകാം. ഓക്കെ. അത് നമ്മളുടെ ലെവൽ ഓഫ് പെർഫോമൻസിന്റെ ബേസിൽ. ഇപ്പൊ നമ്മളുടെ പെർഫോമൻസ് 85 ക്വസ്റ്റ്യനിൽ തന്നെ ആ ഒരു അവർക്ക് ഒരു ഗ്രാഫ് ട്രാക്ക് ചെയ്യാൻ പറ്റി. ഇതൊരു ഹിഡൻ പിയർ സ്കോറിന്റെ ഒരു ഗ്രാഫാണ് അവർ അനലൈസ് ചെയ്യുന്നത്. ഐ മീൻ ഒരു ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഒരു ഹിഡൻ ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ പോകും. സോ ഒരു പിയർ സ്കോർ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ പിയർ സ്കോർ
ആവറേജ് പി എസ് സ്കോർ 3 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കും 3 മാർക്സാ കിട്ടുന്നെന്നുണ്ടെങ്കിൽ വി ആർ ഓൺ ദ സെയിം ലെവൽ ഓഫ് ദ പിയർ. ഈ നമുക്കിപ്പോൾ 4 മാർക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താണ് എൻ്റെ ബേസിക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കിട്ടിയ മാർക്സ് 3നേക്കാളും എബോ 4 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും, പി എസ് സ്കോറിനെക്കാളും എബോ ആയിരിക്കും. സപ്പോസ് നമുക്ക് കിട്ടിയ മാർക്ക് 2 ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രാഫ് പിയറിനെക്കാളും താഴെയായിരിക്കും. സോ അതിന്റെ കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ സക്സസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക റോങ് ആൻസേഴ്സിന്. അവിടെയാണ് നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ കെയർ നമ്മൾ പ്രയോറിറ്റൈസ്ഡ് കെയർ നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റെ പ്രയോറിറ്റി നീഡ് നമ്മൾ മനസ്സിലാക്കണം. സോ ആ പ്രയോറിറ്റൈസേഷൻ നീഡ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് ആണ് ഫസ്റ്റ് ABC. ABC മീൻസ് ആർക്കെങ്കിലും എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ എയർവേ ഇൻടാക്ട് ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്രമൈസ്ഡ് ആണോ എന്ന് നോക്കുക. എയർവേ ഇൻടാക്ട് ആണെങ്കിൽ നെക്സ്റ്റ് വി ക്യാൻ ഗോ വിത്ത് ബ്രീത്തിങ്. ബ്രീത്തിങ്ങും ഇൻടാക്ട് ആണെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് സർക്കുലേഷൻ. സർക്കുലേഷനിൽ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിന് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉള്ള പേഷ്യൻ്റ് ആണ്, ഫോർ എക്സാമ്പിൾ ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ, ഫോറിൻ ബോഡി ആസ്പിറേഷൻ ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് എയർവേ സ്റ്റക്ഡ് ആയിരിക്കും. സോ അവിടെ എയർവേ ആണ് പ്രയോറിറ്റി. അതുപോലെ തന്നെ ബേൺസ് ആണെങ്കിലും നോർമലി നമ്മൾ ബേൺസ് പേഷ്യൻറ്റിന് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺ എത്രത്തോളം ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ബട്ട് അത് ഫേസ് ആൻഡ് അപ്പർ ട്രങ്ക് ആണെന്നുണ്ടെങ്കിൽ, ആൻറ്റീരിയർ ഫേസ്, നെക്ക് ആൻഡ് ആൻറ്റീരിയർ ട്രങ്ക് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എയർവേ ആയിരിക്കും പ്രയോറിറ്റി. ഓക്കെ, ഇനി ബ്രീത്തിങ്, ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് ആസ്മയാണ്, COPD ആണ്, ന്യൂമോണിയ ആണ്, ആ കേസിൽ ഡയഗ്നോസിസ് വരുന്ന കേസിൽ നമുക്ക് ബ്രീത്തിങ് ആയിരിക്കും നമ്മുടെ പ്രയോറിറ്റി. ഫോർ എക്സാമ്പിൾ ഹൈപ്പോവോളിമിയ, ഇപ്പോൾ ഡീഹൈഡ്രേഷൻ ഉള്ളൊരു പേഷ്യൻറ്റ്, ഹെമറേജ് ഉള്ള പേഷ്യൻറ്റ്, മാസീവ് ബ്ലീഡിങ് എന്നൊക്കെ നമുക്ക് കേസ് സ്റ്റഡി തരുവാന്നുണ്ടെങ്കിൽ അവിടെ സർക്കുലേഷൻ ആയിരിക്കും പ്രയോറിറ്റി. ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ്റെ കീവേഡ് ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്കിത് ഏത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് നീഡ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൺസേൺ, അല്ലെങ്കിൽ വിച്ച് സ്റ്റേറ്റ്മെന്റ് ബൈ ദ ക്ലയന്റ് നീഡ് ആൻഡ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ ഓഫ് കോഴ്സ് ഫസ്റ്റ്, ഇമ്മീഡിയറ്റ്, മോസ്റ്റ് കൺസേൺ ഇങ്ങനെ വരുമ്പോൾ പ്രയോറിറ്റൈസേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ABCയും ഇൻടാക്ട് ആണെങ്കിൽ വി വിൽ ഗോ വിത്ത് മാസ്ലോസ് ഹയറാർക്കി. മാസ്ലോസ് ഹയറാർക്കിയിൽ നമ്മുടെ ഫിസിയോളജിക്കൽ നീഡാണ് മെയിനായിട്ടും ഫോർ എക്സാമ്പിൾ പെയിൻ, സേഫ്റ്റി. ഇപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ഉള്ളൊരു പേഷ്യൻറ്റിന് അവിടെ ABC ഇൻടാക്ട് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആ പേഷ്യൻറ്റ് മാസ്ലോസ് ഹയറാർക്കി, ഇപ്പോൾ പെയിനും ഫിസിയോളജിക്കൽ നീഡും പേഷ്യൻറ്റിന് ഓക്കെ ആയിരിക്കും. ബട്ട് അതിനേക്കാളും പ്രയോറിറ്റിയാണ് പേഷ്യൻറ്റിൻ്റെ സൈക്കോളജിക്കൽ നീഡ്. ഞാൻ പറയുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി മനസ്സിലായോ? നമ്മളൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, നിങ്ങൾക്കത് ഒരു ജനറൽ ആയിട്ട് തന്നിട്ട് ഞാൻ ടോപ്പിക്കിലോട്ട് പോകുന്നത് കരുതി, കാരണം ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുൾ ആകും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? സംശയമുണ്ട്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ലീന? എനി ഡൗട്ട്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. വർഗീസിനും എങ്ങനെയാ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് എന്താണ് സ്ട്രാറ്റജി? ഇത് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു എന്താ പെരിഫറി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ബട്ട് യു ഹാവ് ടു നോ അബൌട്ട് ഇത്. എൻക്ലക്സ് ഇപ്പം വർഗീസിന് എൻക്ലക്സ് ഫസ്റ്റ് ടൈമാ. സോ എൻക്ലക്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണെന്നുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഇത്ര ഓർത്താൽ മതി. ക്വസ്റ്റ്യൻസ് റിയൽ ലൈഫ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഓരോരോ സ്ട്രാറ്റജീസ് ഉണ്ട്. അതാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. അഡ്പി എന്ന് പറയുന്നത് എന്താ? അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ. ഇനി ഒരു സിനാരിയോയിൽ പേഷ്യൻറ്റിൻ്റെ എങ്ങനെ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു ഡീറ്റെയിൽ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ അഡ്പി എല്ലാം തന്നെ ആ ഒരു കേസ് സ്റ്റഡിക്കകത്തുണ്ടാകും. ആ കേസ് സ്റ്റഡിയിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്ന, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഇസ്ബാർ. ഇസ്ബാർ എന്ന് വെച്ചാൽ സിറ്റുവേഷൻ. ഒരു പേഷ്യൻ്റ് ആദ്യം ഐഡന്റിഫിക്കേഷൻ, പേഷ്യൻ്റ് ഏതാ മെയിലാണോ ഫീമെയിൽ ആണോ, പേഷ്യൻ്റെ ഏജ് പീഡിയാട്രിക് ആണോ അഡൽട്ട് ആണോ, അതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പേഷ്യൻ്റ്. ഓക്കെ. എസ് എന്ന് വെച്ചാൽ സിറ്റുവേഷൻ. സിറ്റുവേഷൻ മീൻസ് പേഷ്യൻ്റ് എന്ത് പ്രോബ്ലത്തിലാണോ വന്നത് അത് സിറ്റുവേഷൻ. ബി മീൻസ് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി ഓഫ് ഡിസീസ്. ഓക്കെ. ഇനി എ മീൻസ് അസസ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻറ്റിൻ്റെ അസസ്മെന്റ് ഫൈൻഡിങ്സ്, സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡാറ്റ.
ആർ മീൻസ് റെക്കമെൻഡേഷൻ, പേഷ്യൻറ്റിന് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ഫിസിഷ്യൻ ഇപ്പോൾ ഒരു ഒ പി ഡിയിൽ വന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ എമർജൻസിയിൽ വന്ന പേഷ്യൻറ്റിന് എമർജൻസി മാനേജ്മെൻറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് ICU ഷിഫ്റ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ. സോ അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു കേസ് സ്റ്റഡിയുടെ ടൂള് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ഒരു ഐഡിയയിൽ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻഗ്ലക്സിനെ പറ്റിയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ടോപ്പിക് സിസ്റ്റിക് ഫൈബ്രോസിസ് എടുത്തിട്ട് ഇവിടെ നമ്മൾ എൻഗ്ലക്സിന് വേണ്ട ഒരു ടൂളാണ് ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് മെഷർമെന്റ് മോഡൽ. ദാറ്റ് മീൻസ് ഫസ്റ്റ് വി നീഡ് ടു ഐഡന്റിഫൈ ദ പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റ് എന്ത് പ്രോബ്ലം ആണോ പറയുന്നത്, ഓക്കെ, ഇനി പേഷ്യന്റ് എന്താ എന്തെങ്കിലും ഹിസ്റ്ററി എന്താണുള്ളത്, പേഷ്യന്റ് കറണ്ട് കംപ്ലൈന്റ് എന്താണ്, പേഷ്യന്റിന്റെ പ്രയോറിറ്റി നീഡ് എന്താണ്, അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഡാറ്റനെ നമ്മൾ കോറിലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യുക. ആ അനാലിസിസിന് അവിടെ അടുത്താണ് നമ്മൾ ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്. ഓക്കെ, അനലൈസ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ പ്രയോറിറ്റി നീഡ് മനസ്സിലാക്കുന്നു, നമ്മൾ കെയർ, ആ പ്രയോറിറ്റി നീഡ് അനുസരിച്ചുള്ള കെയർ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ആ പ്രയോറിറ്റൈസ് ചെയ്ത കെയറിനനുസരിച്ച് നമ്മൾ പേഷ്യന്റിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുന്ന വെച്ചാൽ പേഷ്യന്റ് ഔട്ട്കം, വെദർ ദ പേഷ്യന്റ് കണ്ടീഷൻ ഇംപ്രൂവ് ആയോ, വേഴ്സൺഡ് ആയോ, അതോ അൺചേഞ്ച്ഡ് ആയോ. ഈ മെത്തേഡ് എല്ലാം തന്നെ ന്യൂജൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്കത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നാന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മളുടെ എൻക്ലക്സ് ആറിന് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ടെസ്റ്റ് അല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നോളജ് ടെസ്റ്റും അല്ല. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ തിയറി. ആ തിയറി ക്വസ്റ്റ്യനിൽ നമ്മൾ കറക്റ്റായിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക. മാക്സിമം റോങ് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ റോങ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലോട്ട് എത്തുക. ആ കറക്റ്റ് ആൻസറിലോട്ട് എത്തുന്നതിന് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുക. അത് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ട്രാക്കിലോട്ട് നമ്മൾ വരും. ഓക്കെ, നമുക്ക് മോസ്റ്റ് കൺസേൺ പ്രയോറിറ്റൈസേഷൻ ആണ് മോസ്റ്റ്. കാരണം നമ്മൾ നീഡ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കെയർ പ്ലാൻ ചെയ്യുന്നത് ഫെയിലായിപ്പോൾ. സോ ABC സ്ട്രാറ്റജി, മാസ്ലോസ് ഹൈറാർക്കി, പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റ് പെയിൻ. ഇപ്പൊ പെയിനും ഡിസ്നി ഉള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ABC സ്ട്രാറ്റജി, മാസ്ലോസ് ഹൈറാർക്കിയുടെ പ്രയോറിറ്റി നോക്കുമെന്നുണ്ടെങ്കിൽ ഡിസ്നി ആയിരിക്കും പ്രയോറിറ്റി. ബട്ട് ഇൻ റെയർ കേസസ് ഇപ്പൊ പേഷ്യന്റിന് ഒരു പെയിനിന് നമുക്ക് എപ്പോഴും പെയിൻ സ്കോർ തന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് 1 to 10 ഒരു സ്കെയിൽ തന്നിട്ടുണ്ടാവും. പേഷ്യന്റ് 1 to 4 ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് പെയിൻ, 4 to 7 ആണെങ്കിൽ മോഡറേറ്റ് പെയിൻ, ഇനി 6 മോഡറേറ്റ് പെയിൻ, 7 to 10 വരുന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് സിവിയർ പെയിൻ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു ഡിസ്നി ഉണ്ട്, പക്ഷെ പേഷ്യന്റ് സാച്ചുറേഷൻ നോർമലാണ്. നോർമൽ സാച്ചുറേഷൻ 95 to 100%. പേഷ്യന്റിന് ഡിസ്നി ഉണ്ടെങ്കിലും പേഷ്യന്റിന് ഒരു 94 സാച്ചുറേഷൻ ആണ്. പേഷ്യന്റ് പെയിൻ 8 out of 10 ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ പെയിൻ ആയിരിക്കും പ്രയോറിറ്റി. പക്ഷേ ചില കേസിൽ ഇപ്പൊ പെയിൻ ഉണ്ട്, ബട്ട് പെയിൻ ഇപ്പോൾ ഒരു 5 out of 10 ആണ്. പേഷ്യന്റ് ഡിസ്നിയ ഉണ്ട്, ബട്ട് പേഷ്യന്റിന്റെ ഡിസ്നിയ വിത്ത് ഓക്സിജൻ സാച്ചുറേഷൻ ഒരു 89% ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഡിസ്നി ആയിരിക്കും മോസ്റ്റ് പ്രയോറിറ്റി. മോസ്റ്റ്ലി ABC സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്, ബട്ട് ഇൻ സം റെയർ കേസസ് ഈവൻ ABC അബ്നോർമൽ ആണെങ്കിലും പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ഏതാണോ പേഷ്യന്റിന്റെ അൺസ്റ്റേബിൾ അവിടെ അതായിരിക്കും പ്രയോറിറ്റി. ഓക്കെ, എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജിയാണ് സ്റ്റേബിൾ വേഴ്സസ് അൺസ്റ്റേബിൾ. സ്റ്റേബിൾ കണ്ടീഷൻ നമുക്ക് ഇഗ്നോർ ചെയ്തിട്ട് അൺസ്റ്റേബിളിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് വേഴ്സസ് അൺഎക്സ്പെക്റ്റഡ്. ഒരു പേഷ്യന്റിന് ഒരു കംപ്ലൈന്റ് ആയിട്ട് എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവന്നു, ബട്ട് ആ പേഷ്യന്റ് സഡൻലി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്നി ആയിട്ട് കൊണ്ടുവന്നൊരു പേഷ്യന്റ്, but suddenly the patient started to use the accessory muscles for the respiration with the saturation is declining to 88% and previously 94 ആയിരുന്നു. ഇപ്പം ഓക്സിജൻ സാച്ചുറേഷൻ 88 ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ വേഴ്സണിങ് ആണ്, അല്ലെങ്കിൽ ഡിറ്റോറിയേറ്റിംഗ് ആണ്. സോ ആ സിറ്റുവേഷനിൽ പേഷ്യന്റിന്റെ അബ്നോർമൽ ഫൈൻഡിങ്സിനായിരിക്കും കൂടുതൽ. അതായത് സഡൻ ഓൺസെപ്റ്റ് ഓഫ് സിംറ്റം അല്ലെങ്കിൽ ന്യൂലി ഡെവലപ്ഡ് സിംറ്റം, ആ സിംറ്റത്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, മെയിനായിട്ടും ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഒരു തിയറി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിന് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് കൊടുക്കുമ്പോൾ അത് ഈ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു കൺഫ്യൂഷൻ അല്ല. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ അല്ല വേണ്ടത്, ക്ലാരിറ്റിയാണ് വേണ്ടത്. എല്ലാവരും പറയും എൻക്ലക്സ് ആറിന് ഭയങ്കര ഡിഫിക്കൽട്ട് എക്സാം ആണ്,
ഡിഫിക്കൽട്ട് എക്സാം തന്നെയാണ്, അതില്ല ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമുക്കത് ഈസി ആക്കാം. എങ്ങനെ? ഒരു തിയറി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ആ തിയറി ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് എൻക്ലക്സ് ആർ. ഓക്കെ, മോസ്റ്റ്ലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാവരും അല്ല, ഒരു 75% സ്റ്റുഡൻസും ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെയിൽ ആകുന്നതിനുള്ള മെയിൻ കാരണം അത് അവർക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ എന്താ മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്തതൊന്നും ആയിരിക്കത്തില്ല. അവരുടെ മെയിൻ പ്രോബ്ലം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതിൽ ഫെയിൽ ആവുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെയാണ് കീവേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് നമുക്ക് ആ കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നെന്നുള്ള ഒരു ടിപ്സ്, സ്ട്രാറ്റജീസ് ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ അനാലിസിസ് ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഉടനെ ഞാനിത് ഒരിക്കലും പറയത്തില്ല, ബട്ട് ഒരു 15 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ട്രാക്കിൽ എത്തും എന്നുള്ളത് എനിക്കത് അഷ്വർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന അസുഖം നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഏത് ഓർഗനെ ബാധിക്കുന്ന അസുഖം എന്ന് അറിയാവോ ആർക്കെങ്കിലും? സിസ്റ്റിക് ഫൈബ്രോസിസ്, ലങ്സ്, ഇൻഡസ്റ്റൈൻ, പാൻക്രിയാസ്, GI ഓർഗൻസിന്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സോക്രൈൻ ഗ്ലാൻസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ്. എക്സോക്രൈൻ ഗ്ലാൻസിന്റെ മെയിൻ ഫംഗ്ഷൻ പ്രൊഡക്ഷൻ ഓഫ് ദ എൻസൈംസ് ആണ്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്ന ഗ്ലാൻസ് എന്താ? എൻസൈംസ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ CFTR എന്നൊരു ജീൻ ഉണ്ട്, നമ്മുടെ ക്രോമസോം 7, നമ്മൾ ബോഡി ബിൽഡപ്പ് ചെയ്തേക്കുന്ന ക്രോമസോംസ് ആൻഡ് ജീൻസും ഉണ്ട്. ഈ ക്രോമസോം 7-ൽ കാണുന്ന ഒരു ജീനാണ് CFTR ജീൻ. CFTR എന്ന് വെച്ചാൽ സിസ്റ്റിക് ഫൈബ്രോസിസ് ട്രാൻസ് മെംബ്രെയിൻ കണ്ടക്ടേസ് എന്നാണ് ആ ഒരു കണ്ടക്ടേസ് റെഗുലേറ്റർ, അതാണ് ആ ജീനിന്റെ പേര്. ഓക്കെ, ഈ ജീനിന്റെ അബ്നോർമൽ മ്യൂട്ടേഷൻ കൊണ്ട് CFTR പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ഓക്കെ, സോ ഈ CFTR പ്രോട്ടീൻ മെയിൻലി കാണപ്പെടുന്നത് ലങ്സ്, പാൻക്രിയാസ്, അതുപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻസ്. ഓക്കെ, ദെൻ ഇൻഡസ്റ്റൈൻ, അത് GI സിസ്റ്റത്തിലുള്ള ഓൾമോസ്റ്റ് ഇതിൽ ഈ എൻസൈംസ് ആണല്ലോ നമ്മുടെ ഫങ്ഷൻസിനെല്ലാം. നമ്മുടെ ഇപ്പൊ ഡൈജഷൻ ആണെങ്കിലും അബ്സോർഷൻ ആണെങ്കിലും ഇതിനെല്ലാത്തിനും എൻസൈംസ് ആവശ്യമുണ്ട്. സോ ഈ എൻസൈംസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ്സ് എല്ലാം തന്നെ ഡിലേ ആകുന്നു. ഓക്കെ, so we can go with the what's cystic fibrosis. Cystic fibrosis is a hereditary disease ആണ്. That means it is an autosomal recessive disorder. Mainly ഈ ജനറ്റിക് എന്ന് പറയുമ്പോൾ എന്താ, സിൻസ് കുഞ്ഞ് ജനിക്കുന്നതേ ഈ ഒരു അസുഖത്ത്, കാരണം ജീൻ അബ്നോർമൽ മ്യൂട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഈ കുഞ്ഞ് എന്തായിരിക്കും? സിസ്റ്റിക് ഫൈബ്രോസിസിന് ഉള്ള കുഞ്ഞായിട്ടായിരിക്കും ജനിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ അബ്നോർമൽ ദ CFTR പ്രോട്ടീൻ. എന്തുകൊണ്ടാണ് ഈ പ്രോട്ടീൻ അബ്നോർമൽ ആകുന്നത്? ബിക്കോസ് ഓഫ് ദ അബ്നോർമൽ മ്യൂട്ടേഷൻ ഓഫ് ദ CFTR ജീൻ. ഈ CFTR ജീൻ മെയിൻലി കാണപ്പെടുന്നത് ക്രോമസോം 7-ലാണ് മെയിനായിട്ടും കാണപ്പെടുന്നത്. ഈ CFTR പ്രോട്ടീൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിൽ നിന്നുള്ള ക്ലോറൈഡിന്റെ ട്രാൻസ്പോർട്ട്, സോഡിയത്തിന്റെ ട്രാൻസ്പോർട്ട്, വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യാനാണ് ഈ ഒരു CFTR പ്രോട്ടീൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. സോ ഇവിടെ വരുമ്പോൾ ഈ CFTR ജീനിന്റെ ഡെഫിഷ്യൻസി കൊണ്ട്, അല്ലെങ്കിൽ CFTR ജീനിന്റെ അബ്നോർമൽ മ്യൂട്ടേഷൻ കൊണ്ട് ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. സോ അതുകൊണ്ട് നോർമലി ഉള്ള ഫങ്ഷൻസ് എല്ലാം തന്നെ അബ്നോർമൽ ആകും. ഏതൊക്കെ ഫങ്ഷൻസാ? സോഡിയം, ക്ലോറൈഡ് ആൻഡ് വാട്ടർ. നോർമലി സോഡിയവും വാട്ടറും ഒരേ ഡയറക്ഷനിൽ, ഓൾവേസ് ഇൻ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ സോഡിയം എവിടെയുണ്ടോ, സോഡിയം എന്ന് പറയുന്ന ഒരു കാറ്റയോണാണ്. സോഡിയത്തിന്റെ കൂടെ ഉള്ള ഒരു ആനയോണാണ് ഇത് ക്ലോറൈഡ്. ഓക്കെ, ഈ മെയിൻലി നമുക്ക് ഈ ഒരു സിസ്റ്റിക് ഫൈബ്രോസിസ് വരാൻ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ എൻസൈമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് സെക്രീഷൻസ് എല്ലാം തിക്കൻഡ് ആയി പോകും. അതാണ് ഇവിടുത്തെ സ്പെസിഫിക് ഫൈൻഡിങ്. ഓക്കെ, ഇതൊരു റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അല്ലെങ്കിൽ GI സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഡിസോർഡർ ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെക്രീഷൻസ് എല്ലാം സ്റ്റിക്കി ആയി പോകും. എന്തുകൊണ്ട് സ്റ്റിക്കി ആകുന്നതിനുള്ള റീസൺ ആണ് ഈ CFTR പ്രോട്ടീൻ അബ്നോർമൽ ആകുന്നതുകൊണ്ട് എപ്പിത്തീലിയൽ സെൽസിൽ കൂടെയുള്ള ക്ലോറൈഡിന്റെ ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യുന്നത്? പ്രിവെന്റ് ചെയ്യുന്നു. സോ ക്ലോറൈഡ് പുറത്തോട്ട്, അല്ലെങ്കിൽ സോഡിയം ഈ ഒരു എപ്പിത്തീലിയൽ സെൽസിന്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വന്നാൽ മാത്രമേ ഈ സെക്രീഷൻസ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ലൂസൺ ആകത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ലങ്സ് ആണ്. ഈ ഒരു പിക്ചർ കാണാം. ഇപ്പൊ ലങ്സിന്റെ ഇതൊരു എയർവേ ആണ്. ഓക്കെ, ബ്രോങ്കസ് എയർവേ ആണ്. സോ ഇവിടെ സെക്രീഷൻസ് ഉണ്ട്. ഈ സെൽസിൽ നിന്നും, എപ്പിത്തീലിയൽ സെൽസിൽ നിന്നും ക്ലോറൈഡ് ഈ ഒരു ഏരിയയിലോട്ട് വന്നാൽ മാത്രമേ
അതിനോടൊപ്പം സോഡിയം വരത്തുള്ളൂ, അല്ലെങ്കിൽ വാട്ടറും വന്ന് ഈ സെക്രീഷന് ലൂസൺ ആകത്തുള്ളൂ. ബട്ട് ഇവിടെ എന്നാ സംഭവിക്കുന്നത്, ക്ലോറൈഡിന്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ വാട്ടർ കണ്ടന്റും കുറവായിരിക്കും, സോഡിയം കണ്ടന്റും കുറവായിരിക്കും. സോ ഇവിടെ സെക്രീഷൻസ് എല്ലാം എന്തായും തിക്കൻഡ് ആയി പോകും. ഈ തിക്കൻഡ് സെക്രീഷൻസ് ഈ ഒരു എയർവേൻ എന്ത് ചെയ്യുന്നു, ഒബ്സ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ലങ്സ് ആണെങ്കിലും പാങ്ക്രിയസ് ആണെങ്കിലും ഈവൻ സ്വെറ്റ് ഗ്ലാൻസ് ആണെങ്കിലും, ഇവിടെ നമ്മൾ സ്വെറ്റ് ഗ്ലാൻസ് യൂഷ്വലി സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ക്ലോറൈഡ് സ്വെറ്റ് ഗ്ലാൻസിൽ വരുമ്പോൾ സ്വെറ്റിൽ ക്ലോറൈഡിന്റെ ഇത് കൂടുതലായിരിക്കും. ബിക്കോസ് അത് എപ്പിത്തീലിയൽ സെൽ, ആ ഒരു സ്വെറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്വെറ്റില് ക്ലോറൈഡിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. സോ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലങ്സിൽ വരുമ്പോൾ ലങ്സിൽ മ്യൂക്കസ് തിക്കൻഡ് മ്യൂക്കസ് ആയിരിക്കും. ഈ മ്യൂക്കസ് എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു. എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ദർ മേ ബി ഇൻഫെക്ഷൻ, അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, ബ്രോങ്കോസ്പാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പേഷ്യന്റിന് ഈ മ്യൂക്കസ് അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് റിക്കറന്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായി പേഷ്യന്റ് ഫൈനലി കോംപ്ലിക്കേറ്റഡ് വിത്ത് റെസ്പിറേറ്ററി ഫെയിലിയറിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ലങ്ങിന് ഡാമേജ് ഉണ്ടാകും, ബ്രോങ്കിയക്ടാസിസ് ഉണ്ടാകും. ഓക്കെ, സോ ഈ ലങ്സ് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി ഓക്സിജനേഷൻ ആണ്. ബിക്കോസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് നീഡ് ടു ഗെറ്റ് എക്സ്ചേഞ്ച്ഡ് ഇൻ ദ ലങ് ആൽവിയോളെ, എന്നാൽ മാത്രമേ നമുക്ക് ബ്രീതിങ് ഈസി ആകത്തുള്ളൂ. സോ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ നോർമൽ എയർവേ കൂടെ ഓക്സിജൻ ഈസി ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, എയർ ഈസ് ഗോയിങ് ഇൻ ആൻഡ് ഔട്ട് ഈസിലി. ബട്ട് ഇൻ an obstructed airway, because of the thick mucus which is obstructing the airway conduction will get prohibited. സോ അവിടെ ഓക്സിജൻ എക്സ്ചേഞ്ച് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, നടക്കത്തില്ല. ഓക്സിജനേഷൻ നടക്കുന്ന ലങ്സിലാണ്. ലങ്സിൽ എങ്ങനെ ഓക്സിജനേഷൻ നടക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്ന വായിലൂടെ ഓക്സിജൻ ആൽവിയോളയിൽ എത്തുന്നു. അറ്റ് ദ സെയിം ടൈം ഡിയോക്സിനേറ്റ് ബ്ലഡ്, ഓക്കെ, അതായത് ഹാർട്ടിൽ നിന്നുള്ള റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് പൾമണറി ആർട്ടറി ഡിയോക്സിനേറ്റ് ബ്ലഡ് എങ്ങോട്ട് കൊണ്ടുവരുന്ന ലങ്സിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ലങ്സിലോട്ട് വരുന്ന ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ. സോ അവിടെ ഓക്സിജനേഷൻ നടക്കുമ്പോൾ ഈ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് എക്സ്പിറേഷൻ വഴി എക്സൈൽ ഔട്ട് ആവുന്നു. ഓക്സിജൻ വിൽ എൻ്റർ ഇൻ ടു ദ ബ്ലഡ് ആൻഡ് ദ ബ്ലഡ് വിൽ ടേൺ ടു ഓക്സിനേറ്റഡ് ബ്ലഡ്. ഈ ഓക്സിനേറ്റഡ് ബ്ലഡ് ആണ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ വഴി അയോട്ട വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിനേറ്റഡ് ബ്ലഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നു. സോ ഈ ഓക്സിജനേഷൻ എന്ന പ്രോസസ്സ് ഇവിടെ അബ്നോർമൽ ആകും ബിക്കോസ് ഓഫ് ദ തിക്കൻഡ് മ്യൂക്കസ് ഇൻ ദ എയർവേ. ഇനി പാൻക്രിയാസിൽ വരുമ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എൻസൈംസ് ആവശ്യമാണ്, അല്ലേ? സോ ഈ പാൻക്രിയാറ്റിക് എൻസൈം ആവശ്യത്തിന് എത്തത്തില്ല. ബിക്കോസ് ഡക്റ്റ് എല്ലാം ഒബ്സ്ട്രക്റ്റഡ് ആയി പോകും. സെക്രീഷൻസ് എല്ലാം തന്നെ തിക്കൻഡ് സെക്രീഷൻസ് ആയതുകൊണ്ട് ഈ സെക്രീഷൻസ് ഈ ഡക്റ്റിന്, കാരണം ഈ ഡക്റ്റിൽ നിന്നാണ് എൻസൈംസ് വരുന്നത്. അതാണ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ വരുമ്പോൾ ഈ ഡക്റ്റിൽ നിന്നും എൻസൈംസ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലോട്ട് ആവശ്യത്തിന് എത്തത്തില്ല. സോ ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് ദ എൻസൈം ദർ മേ ബി എ മാൽ അബ്സോർപ്ഷൻ ഓഫ് ദ ന്യൂട്രിയൻസ്, എസ്പെഷ്യലി ഫാറ്റ് സോലിബിൾ വിറ്റമിൻസ്, ന്യൂട്രിയൻസ് എല്ലാം തന്നെ ശരിയായ രീതിയിൽ അബ്സോർബ് ആവാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, പേഷ്യന്റിന് വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ഇൻ അഡിഷൻ വെയിറ്റ്, ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടാവത്തില്ല. ബിക്കോസ് വെയിറ്റ് ഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി നീഡ് ന്യൂട്രിയൻസ്. ഓക്കെ, ബട്ട് ഇവിടെ മാലബ്സോർഷൻ ആയതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് അബ്സോർബ് ആവത്തില്ല, വിച്ച് ക്യാൻ ലീഡ് ടു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ പുവർ വെയിറ്റ് ഗെയിൻ. സോ ഇവിടെ നമ്മളുടെ മെയിൻ പ്രയോറിറ്റി പാൻക്രിയാറ്റിക് എൻസൈംസ് നമ്മൾ എന്ത് ചെയ്യുക, സപ്ലിമെന്റ് ചെയ്യുക ബിഫോർ ദ മീൽസ്. കാരണം അത് സപ്ലിമെന്റേഷൻ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈവൻ പേഷ്യന്റ് ആഹാരം കഴിച്ചാലും ന്യൂട്രിയന്റ് റിച്ച് ഡയറ്റ് കഴിച്ചാലും they will not get adequate nutrition, okay, or they will not get adequate vitamins. So we need to supply the pancreatic enzyme prior to the meal അല്ലെങ്കിൽ prior to the snacks. ഓക്കെ, അത് ഇപ്പോൾ നമ്മൾ ആദ്യം പാൻക്രിയാറ്റിക് എൻസൈംസ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് പേഷ്യന്റ് ആഹാരം കഴിക്കുമ്പോൾ ഈ എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ആവുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് സ്വെറ്റ് ഗ്ലാൻസിലും സെയിം തന്നെയാണ്. സ്വെറ്റ് ഗ്ലാൻസിൽ വരുമ്പോഴത്തേക്കും എക്സസീവ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബട്ട് ആ സ്വെറ്റിനകത്ത് ക്ലോറൈഡിന്റെ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ. ബിക്കോസ് അവിടെ ഈ മെയിൻ ആയിട്ടും ഈ എക്സോക്രൈൻ ഗ്ലാൻസിന്റെ മെയിൻ ഫംഗ്ഷൻ എൻസൈംസ് പ്രൊഡക്ഷൻ ആണ്. സോ ഈ എൻസൈംസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സെക്രീഷൻസ് തിക്കൻഡ് ആകുന്നു. സോ അത് ഓരോ പാർട്ടിലും മെയിൻലി അഫക്ട് ചെയ്യുന്നത് ലങ്സ്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ, എസ്പെഷ്യലി പാൻക്രിയാസ്, ദെൻ സ്വെറ്റ് ഗ്ലാൻസ്. സോ ഇവിടുത്തെ ഫംഗ്ഷൻ എല്ലാം നോർമലിൽ നിന്ന് എന്താകുന്നു, അബ്നോർമൽ ആകുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ
മെയിൻ ആയിട്ട് മെമ്മറൈസ് ചെയ്യേണ്ടത്. മെമ്മറൈസ് വെച്ചാൽ ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു മെമ്മറൈസ്. ബട്ട് യു ഹാവ് ടു ബി തറോ വിത്ത്. ലങ്സിൽ തിക്കൻഡ് മ്യൂക്കസ് ആയിരിക്കും, സോ എന്ത് സംഭവിക്കും? പാൻക്രിയസിൽ ഡക്റ്റ് ഒബ്സ്ട്രക്റ്റഡ് ആകും, പാൻക്രിയാറ്റിക് എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും, സോ എന്ത് സംഭവിക്കും? മാലബ്സോർപ്ഷൻ ആണ് ഇവിടുത്തെ ഹൈലൈറ്റഡ്. ഓക്കെ, ഇനി സ്വെറ്റിലാണെങ്കിൽ എന്താ സോൾട്ടി സ്വെറ്റ് ഉണ്ടാകുന്നത്, അതാണ് സ്വെറ്റ് ഗ്ലാൻസിൽ മെയിൻ ആയിട്ടും ഉണ്ടാകുന്നത്. ഇതാണ് മൂന്നായിട്ടുള്ള മെയിൻ ചേഞ്ചസ് അല്ലെങ്കിൽ സ്പെസിഫിക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അബ്നോർമൽ ഫൈൻഡിങ്സും ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടാകും. ഇവിടുത്തെ സ്പെസിഫിക് ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ സെക്രീഷൻസ് തിക്ക് ആകുന്നതാണ് ഈ സിസ്റ്റിക് ഫൈബ്രോസിന്റെ സ്പെസിഫിക് ഫൈൻഡിങ്സ്. ഈ ഇത്രയും ഒരു തിയറി നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു എന്താണെന്നും എന്താ പാത്തോഫിസിയോളജി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ഇത് ക്ലാസ്സിന് മുന്നേയും ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ഞാനിപ്പോൾ ചോദിക്കുവാണ് എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഐ എം നോട്ട് ആസ്കിങ് യു ടു മെമ്മറൈസ് ഓൾ ദീസ് തിങ്സ്, ബട്ട് എന്താണെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ കിട്ടിയോ? വർഗീസ് മ്യൂട്ടാണേ, വർഗീസ് മ്യൂട്ടാ. മനസ്സിലായി. മനസ്സിലായി. ലീനയ്ക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റിയോ? മനസ്സിലായി. ഓക്കെ. സോ സ്വെറ്റ് ഗ്ലാൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വെറ്റ് എന്തായിരിക്കും? സ്വെറ്റിൽ ക്ലോറൈഡിന്റെ അളവ് കൂടുതലായിരിക്കും. സോ ഇവിടെ സോഡിയം കൂടുതലായിരിക്കും, ക്ലോറൈഡിന്റെ കണ്ടന്റും കൂടുതലായിരിക്കും. നമ്മൾ ഇപ്പോൾ സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ക്ലോറൈഡിന്റെ അളവ് അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പേഷ്യന്റിന് എന്തുണ്ട്? ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് എന്താ സ്വെറ്റ് ക്ലോറൈഡ് ടെസ്റ്റ്. ഓക്കെ, യൂഷ്വലി ചിൽഡ്രനെയാണ് മെയിനായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിൽഡ്രനെയാണ് ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് മെയിനായിട്ടും അഫക്ട് ചെയ്യുന്നത്. സോ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് കാണിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ലോണം വെയ്ക്കുന്നില്ല, പൂർ ഗ്രോത്ത് ആണ്, സെക്രീഷൻസ് ഒക്കെ എപ്പോഴും തിക്കണ്ട് ഈവൻ മൗത്തിലും സലൈവറി എൻസൈംസ് ഉണ്ട്. എൻസൈംസ് എല്ലാം ഇത് കുറവായതുകൊണ്ട് തന്നെ ഡ്രൈ മൗത്ത് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സോൾട്ടി സ്വെറ്റ്, ഇതൊക്കെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസിന്റെ സിഗ്നിഫിക്കൻറ്റ് findings, plus all these things are very important for our NCLEX RN exam. Okay, so നമുക്കപ്പോൾ എന്ത് മാനേജ്മെന്റ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ പ്രയോറിറ്റി മാനേജ്മെന്റ് ഷുഡ് ബി എയർവേ ആണ് ഇവിടുത്തെ പ്രയോറിറ്റി മാനേജ്മെന്റ്. പ്രയോറിറ്റൈസേഷൻ ഓഫ് ദ നീഡിൽ വരുമ്പം എയർവേ ആണ് വി നീഡ് ടു ഫോക്കസ്. തിക്കൻഡ് ആയിട്ടുള്ള സെക്രീഷനെ ലൂസൺ ചെയ്ത് അതിനെ എന്ത് ചെയ്യുക? ആ എയർവേ നിന്നും എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ലങ്സിൽ നമുക്ക് പ്രയോറിറ്റൈസേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എയർവേ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് മീൻസ് ഇപ്പോൾ നമുക്കറിയാം തിക്കൻഡ് സെക്രീഷൻസ് ആണ്, അവിടെ സോഡിയത്തിന്റെ കണ്ടന്റും കുറവാണ്, വാട്ടർ കണ്ടന്റും കുറവാണ്. സോ വി ക്യാൻ ഹൈഡ്രേറ്റ് ദ പേഷ്യൻറ്റ്, അതായത് അഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ തിക്കൻഡ് ആയിട്ടുള്ള സെക്രീഷൻസ് എല്ലാം തന്നെ ലൂസൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത് സിസ്റ്റിക് ഫൈബ്രോസിസിൽ മാത്രമല്ല, any of the respiratory conditions with the thick secretion എന്നുണ്ടെങ്കിൽ we can encourage for a high fluid intake. ഓക്കെ, എയർവേ ക്ലിയറൻസിന് വേണ്ടി ചെയ്യുന്നതാണ് എന്താ? ചെസ്റ്റ് ഫിസിയോതെറാപ്പി. ഓക്കെ, ചെസ്റ്റ് ഫിസിയോതെറാപ്പി നമുക്ക് പ്രയർ ടു ചെസ്റ്റ് ഫിസിയോതെറാപ്പി വി നീഡ് ടു എന്താ ഗീവ് ദ നെബുലൈസേഷൻ. ഓക്കെ, നെബുലൈസേഷൻ കൊടുക്കുമ്പോൾ സെക്രീഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഇതാവുന്നു, ഡൈലൂട്ട് ആകുമ്പോഴത്തേക്കും ചെസ്റ്റ് ഫിസിയോതെറാപ്പി, ഇപ്പോൾ പെർക്കഷൻ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ചെസ്റ്റ് ഫിസിയോതെറാപ്പിയിൽ. ചെസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് ഈസി ആയിട്ട് കഫ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വി നീഡ് ടു ഗീവ് ദ നെബുലൈസേഷൻ. സോ നെബുലൈസേഷൻ വിൽ loosen the thickened secretion, so it will easy to cuff it out by the client. Then we can administer with the mucolytics like Dornase alpha. മെയിൻ ആയിട്ട് അത് കൊടുക്കുന്നതിനുള്ള പർപ്പസ് എന്ന് വെച്ചാൽ ഈ തിക്കൻഡ് വെച്ചാൽ ഭയങ്കര കട്ടിയിലായിരിക്കും സെക്രീഷൻസ്. ഈ സെക്രീഷൻസിന് ഡൈലൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് മ്യൂക്കോലൈറ്റിക്സ്. അതിന് എക്സാമ്പിൾ ആണ് ഡോർനേസ് ആൽഫ. ദെൻ ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ ആന്റിബയോട്ടിക് എന്തിനാ? ഈ മ്യൂക്കസ് എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോൾ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. സോ ഈ ഇൻഫെക്ഷൻ പേഷ്യന്റിന് റിക്കറന്റ് ആയിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ഇൻഫെക്ഷൻ വരുമ്പോഴേ നമ്മൾ ആന്റിബയോട്ടിക് വെച്ച് ട്രീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ റിക്കറന്റ് ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. സോ we can treat the respiratory infection with the administration of the antibiotics. Okay, so ഇതാണ് മെയിൻ ആയിട്ടുള്ള
ഈ സിസ്റ്റിക് ഫൈബ്രോസിസിനെ പറ്റി എൻക്ലക്സ് ഫോക്കസ് തിയറി ഞാൻ ഇപ്പോഴും പറയാൻ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടല്ല, ജസ്റ്റ് ഇതൊരു ഡെമോ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്കത് ആ ഒരു ക്ലാരിറ്റി മാത്രം, ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ, ഇനി ഈ തിയറി നമുക്ക് എങ്ങനെ ന്യൂജൻ ക്വസ്റ്റ്യന് ആവശ്യമാണെന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കുന്ന NCSBN ക്രൈറ്റീരിയ ഉണ്ട്. മെയിനായിട്ട് അവർ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് മെഷർമെന്റ് മോഡൽ. ആ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് മെഷർമെന്റ് മോഡൽ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെയാണ് ക്രിട്ടിക്കൽ അനാലിസിസ് വേണ്ടത്. ക്രിട്ടിക്കൽ അനാലിസിസ് വെച്ചാൽ ഒരു പേഷ്യന്റിനെ പ്രോബ്ലം പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ആവശ്യമാണ്. പേഷ്യന്റിന്റെ പ്രോബ്ലം പ്രയോറിറ്റൈസ് ചെയ്ത് കെയർ പ്ലാൻ ചെയ്യുന്നതിനും ക്രിട്ടിക്കൽ അനാലിസിസ് ആവശ്യമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ക്രിട്ടിക്കൽ അനാലിസിസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ആരുടെയും ക്രിട്ടിക്കൽ അനാലിസിസ് ഇംപ്രൂവ് ആകത്തില്ല. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ റിവ്യൂ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു തിയറി പഠിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് റൈറ്റ് ആൻസർ, ചിലപ്പോൾ ആൻസർ ശരിയായിരിക്കാം നമ്മൾ ചെയ്തത്, ചിലപ്പോൾ നമ്മൾ ചെയ്ത ഓപ്ഷൻസ് തെറ്റിപ്പോകാം. ഓക്കെ, ബട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു, എല്ലാവരും ആരും മറന്നു പോകുന്നത്, എല്ലാവരും തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും, ഈവൻ ഡെയിലി 500 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട്. ബട്ട് അതൊക്കെ റോങ് മെത്തേഡാണ്. നമുക്ക് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു 50 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ദാറ്റ്സ് ഇനഫ്. ബട്ട് ആ 50 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നിങ്ങൾ റിവ്യൂ ചെയ്തിരിക്കണം. അതായത് എന്തുകൊണ്ടാണ് ഓരോ ആൻസേഴ്സും ശരിയായത്, എന്തുകൊണ്ടാണ് ഓരോ ആൻസേഴ്സും തെറ്റിന്നുള്ള റാഷണലെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് തരും, അതിൻ്റെ ഒരു ഷോർട്ട് തിയറി പ്ലസ് ആ ഒരു റാഷണൽ, ഓരോ ആൻസർ ഓപ്ഷനും എന്തുകൊണ്ട് ശരിയായി എന്തുകൊണ്ട് തെറ്റി എന്നുള്ള എക്സ്പ്ലനേഷൻ തരും. സോ വി മസ്റ്റ് റീഡ് ദാറ്റ്. അതാണ് റിവ്യൂ ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ റിവ്യൂ ഓഫ് ദ ക്വസ്റ്റ്യൻ ചെയ്യുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് അത് അടുത്ത ക്വസ്റ്റ്യനിൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു സെയിം ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. അത് ഓൾ ഓഫ് എ സഡൻ ഒറ്റ ദിവസം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ട്രാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ശരിയായ രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നീഡ് പ്രയോറിറ്റൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ കീവേഡ് എന്താണ്, ആ ക്വസ്റ്റ്യൻ ചിലപ്പം നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും ആൻസർ ആയിട്ട് അവർ ചോദിച്ചേക്കുന്നത്. സോ അതിന് നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാന്നുണ്ട്. സബ്മിറ്റ് ചെയ്യുമ്പോൾ ആൻസർ ശരിയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച രീതിയിലായിരിക്കത്തില്ല അതിന്റെ റാഷണലെ വന്നേക്കുന്നത്. സോ ഓൾവേസ് റിവ്യൂ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് അത് ഗ്രാജുവലി ചെയ്യുന്ന അനുസരിച്ചിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്തു. ആ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ എല്ലാ കണ്ടീഷൻസിനെ പറ്റിയിട്ടും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ പലതരത്തിലുള്ള ന്യൂജൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബോട്ടൈ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് പല ഡിഫറെന്റ് മോഡൽ ക്വസ്റ്റ്യനിലും ഒരേ ടോപ്പിക്ക് തന്നെ ആയിരിക്കും പല രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അതിൽ തരുന്ന ആൻസേഴ്സിന്റെ തിയറി എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അനാലിസിസ്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരേണ്ടത്. അവിടെയാണ് മിക്ക സ്റ്റുഡൻസും ഫെയിലായി പോകുന്നതിനുള്ള മെയിൻ റീസൺ ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യാത്തത് തന്നെയാണ് അവരുടെ ഫെയിലിയറിന് കാരണം. പക്ഷെ നമ്മൾ തുടക്കത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരിക്കലും ആൻസറിലോട്ട് നമ്മൾ ഡോണ്ട് റഷ് ടു ദ ആൻസർ. ഓക്കെ, അതായത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമുക്ക് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലയോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് വേറെ ഓപ്ഷൻസ് പോലും വായിക്കത്തില്ല, നേരെ പോയിട്ട് ഒരു ആൻസർ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. അത് തെറ്റാണ്, അത് റോങ് മെത്തേഡാണ്. ഡോണ്ട് ജംപ് ടു ദ ആൻസർ. നമ്മൾ ഓരോ ഓപ്ഷൻസും ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഓരോ ഓപ്ഷൻസും വായിച്ച് മനസ്സിലാക്കിയിട്ട് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻ വി ക്യാൻ കോറിലേറ്റ് വിത്ത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ തന്നെ അപ്പം ഒരെണ്ണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം, കാരണം അൺറിലേറ്റഡ് ആയിരിക്കും. ഇനി ഒരു ഓപ്ഷൻ ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും, ബട്ട് വെൻ കമ്പയർ വിത്ത് അതർ ഓപ്ഷൻ നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ റിമൈനിങ് ആർ ദ 2 ഓപ്ഷൻസ്. ഈ 2 ഓപ്ഷൻസിൽ 2 എണ്ണം മോസ്റ്റ് കൺഫ്യൂസിങ് ആയിരിക്കും. ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? കാരണം എൻക്ലക്സിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മെമ്മറി ടെസ്റ്റ് അല്ല, ഓൾറെഡി നമുക്ക് അതിന്റെ ആൻസേഴ്സ് എല്ലാം അതിനകത്ത് തന്നെ തന്നിട്ടുണ്ടാവും. അതിൽ മോസ്റ്റ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് കൺസേൺ അല്ലെങ്കിൽ എന്താണോ ക്ലയന്റ് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ഉത്തരം നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമുക്ക് ക്രിട്ടിക്കൽ അനാലിസിസ് വേണ്ടത്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു NCSBN ക്രൈറ്റീരിയ സ്ട്രാറ്റജിയാണ്
ക്ലിനിക്കൽ ജഡ്ജ്മെന്റ്. ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് വെച്ചാൽ പേഷ്യന്റിനെ ക്ലിനിക്കലി നമ്മൾ കണ്ടീഷൻ അസസ് ചെയ്ത് നമ്മളത് അനലൈസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്ത് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തി ആ സൊല്യൂഷൻ നമ്മൾ ക്ലയന്റിൽ അപ്ലൈ ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഔട്ട്കം നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്, പേഷ്യന്റ് റെസ്പോൺസ് ടു ദ കെയർ പിന്നീട് എന്ത് ചെയ്യുക, നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് മെഷർമെന്റ് മോഡൽ. ഓക്കെ, എല്ലാ സ്റ്റെപ്സ് ആണിത്. ദ ഫസ്റ്റ് റെക്കഗ്നൈസ് ദ ക്യൂസ്. അതാണ് നമ്മൾ കേസ് സ്റ്റഡി വായിക്കുമ്പോൾ നമ്മൾ അതിലത്തെ അബ്നോർമൽ ഫൈൻഡിങ്സ് ഹൈലൈറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അബ്നോർമൽ ഫൈൻഡിങ്സ് നല്ലോണം എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് അവിടെ പേഷ്യന്റിന്റെ മോസ്റ്റ് പ്രയോറിറ്റി നീഡ് എന്താണോ ആ പ്രയോറിറ്റി നീഡ് എന്ത് ചെയ്യുക, നമ്മൾ മീൻസ് ഫോർ എക്സാമ്പിൾ അവിടെയാണ് നമ്മൾ ABC സ്ട്രാറ്റജി, മാസ്ലോസ് ഹൈറാർക്കി അല്ലെങ്കിൽ സേഫ്റ്റി ഇതൊക്കെയെല്ലാം അപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഈ പ്രയോറിറ്റൈസ് ആയിട്ടുള്ള ഈ കെയർ നമ്മൾ പേഷ്യന്റ് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ പേഷ്യന്റ് ഔട്ട്കം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള 5 സ്റ്റെപ്സ് ഓഫ് ദിസ് ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് മെഷർമെന്റ് മോഡൽ. എന്തൊക്കെ വെച്ചാൽ റെക്കഗ്നൈസ് ദ ക്യൂ, അനലൈസ് ദ പ്രോബ്ലം, പ്രയോറിറ്റൈസ് ദ പ്രോബ്ലം, ടേക്ക് ആക്ഷൻ ആൻഡ് ഇവാലുവേറ്റ് ദ ഔട്ട്കം. ഓക്കെ, സോ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ക്വസ്റ്റ്യൻ ഈസിയാണെന്ന് തോന്നിയാലും വി ഷുഡ് നോട്ട് ജംപ് ടു ദ ആൻസർ. ഓക്കെ, സോ ഇവിടെ ഞാനൊരു സിമ്പിൾ സിനാരിയോ തന്നിട്ടുണ്ട് സിസ്റ്റിക് ഫൈബ്രോസിസിന് വെച്ചിട്ട്. അതിന്റെ ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. ഇതിന് ഇപ്പൊ എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇതൊരു സിമ്പിൾ സിനാരിയോ ആണ്. ഇപ്പം നമുക്ക് എൻക്ലക്സിന് ന്യൂജൻ ക്വസ്റ്റ്യനും ഉണ്ട്, ഓൾഡ് ക്വസ്റ്റ്യനും ഉണ്ട്. ഓൾഡിനകത്ത് സിമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, അത് മിക്കതും സിനാരിയോ ബേസ്ഡ് തന്നെ ആയിരിക്കും, ബട്ട് സിമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു 6 സീരീസ് ക്വസ്റ്റ്യൻ വരും. അതായത് ഒരു 6 ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ സെയിം കേസ് സ്റ്റഡി തന്നെ ആയിരിക്കും 6 ക്വസ്റ്റ്യനും വരുന്നത്. ബട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പല ടോപ്പിക്കും ഒരു കേസ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ പല ഡയഗ്നോസിസ് ആയിട്ട് പല ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആ 6 സീരീസ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അതൊന്നും കണ്ട് പാനിക് ആവേണ്ട കാര്യമില്ല. നമുക്കൊരു കറക്റ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി അറിയാം, അല്ലെങ്കിൽ നമുക്ക് തിയറി നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞില്ല, ഇപ്പൊ ഇതൊരു ടോപ്പിക് സെയിം ലൈക്ക് ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് നോട്ട് ബി എന്താ വലിയ ക്വസ്റ്റ്യൻ അനാലിസിസ് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇത് വെച്ചിട്ട് ഇതൊരു 19-year-old ചൈൽഡ് ആണ് വിത്ത് സിസ്റ്റിക് ഫൈബ്രോസിസ്. സോ ഇസ്ബാർ ടൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ക്ലയന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ 19-year-old ക്ലയന്റ്, അതാണ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, വിത്ത് സിസ്റ്റിക് ഫൈബ്രോസിസ്, അതാണ് പേഷ്യന്റിന്റെ സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. ഓൾറെഡി സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുണ്ടാകുന്ന അസുഖമല്ല, അത് ഓൾറെഡി പേഷ്യന്റ് നോൺ കേസ് തന്നെയായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ അസസ്മെന്റ് ഫൈൻഡിങ്സ്. ഓക്കെ, അസസ്മെന്റ് ഫൈൻഡിങ്സിനകത്ത് ഫീവർ 38.7 ഡിഗ്രി, ഹാർട്ട് റേറ്റ് 118, റെസ്പിറേഷൻ 30 per minute, saturation 89% in room air. Okay, and thick yellow green sputum, increased work of breathing, bilateral crackles, ഫെറ്റീഗ് ആൻഡ് ഡിക്രീസ്ഡ് അപ്പറ്റൈറ്റ്. ഈ തന്നേക്കുന്ന ഫൈൻഡിങ്സ് എല്ലാം തന്നെ ഇതൊരു കേസ് സ്റ്റഡിയിൽ നിന്നും ഉള്ള ഹൈലൈറ്റഡ് ഉള്ള അബ്നോർമൽ ഫൈൻഡിങ്സ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് പേഷ്യന്റിന് ഈ അബ്നോർമൽ ഫൈൻഡിങ്സ് ആണോ എന്ന് അറിയണമെങ്കിൽ നോർമൽ ഫൈൻഡിങ്സ് അറിഞ്ഞിരിക്കണം, അല്ലയോ? നോർമൽ ടെമ്പറേച്ചർ എത്രയാ നോർമലി? അപ് ടു എത്ര വരെ നമുക്ക് എത്രയാ? 37.5 വരെ നോർമൽ. 37.5 37.6 വരെ നമുക്ക് നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് നോർമൽ എത്രയാ? അഡൽട്ട് ഹാർട്ട് റേറ്റ് 80, 72, 60 60 to 100. ഓക്കെ, ബിലോ 60 ആണെന്നുണ്ടെങ്കിലാണ് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്, എബോവ് 100 ആണെന്നുണ്ടെങ്കിൽ ടക്കികാർഡിയ എന്ന് പറയും. ഓക്കെ, ഇനി റെസ്പിറേറ്ററി റേറ്റ് നോർമൽ എത്രയാ? റെസ്പിറേറ്ററി റേറ്റ് 16 to 24. 20 വരെ. ഓക്കെ, 16 to 20 നോർമൽ ആണ്. 20 എബോവ് എന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് എന്താ ടക്കിപ്നിയ ഉണ്ടെന്നാണ് അർത്ഥം. എൻക്ലക്സ് ആണ് ഞാൻ പറയുന്നത്. സോ സാച്ചുറേഷൻ നോർമൽ അഡൽട്ട് സാച്ചുറേഷൻ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു, എത്രയാന്ന് ഓർക്കുന്നുണ്ടോ? 95 to 100% ആണ് നോർമൽ അഡൽട്ട് സാച്ചുറേഷൻ, എക്സെപ്റ്റ് ഇൻ COPD. COPD-യിൽ 88 to 92% നോർമൽ സാച്ചുറേഷൻ ആണ്. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതായത് ഇപ്പൊ ഒരു COPD ഉള്ളൊരു പേഷ്യന്റിന് 89 സാച്ചുറേഷൻ ആണെങ്കിൽ അവിടെ പേഷ്യന്റിന് ഓക്സിജൻ ആവശ്യമില്ല, ബിക്കോസ് പേഷ്യന്റിന് മിനിമൽ എന്താ എബോ 88 to 92 നോർമൽ ആണ്. പേഷ്യന്റിന്
ബിലോ 88 സാച്ചുറേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഓക്സിജൻ സപ്പോർട്ടിന്റെ ആവശ്യമുള്ളൂ. ബട്ട് അതർവൈസ് അതർ റെസ്പിറേറ്ററി കണ്ടീഷൻസിൽ ലെസ് ദാൻ 90 വരുവാന്നുണ്ടെങ്കിൽ ദ പേഷ്യന്റ് നീഡ് ഓക്സിജൻ സപ്പോർട്ട്. ഓക്കെ, അതുപോലെ തന്നെ COPD പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മൾ കൺഫ്യൂഷൻ ആയി പോകുന്നതാണ് ഈ COPD സാച്ചുറേഷൻ വെച്ചിട്ട്. COPD സാച്ചുറേഷൻ ആരും ശ്രദ്ധിക്കത്തില്ല COPD ആണെന്നുള്ളത്. സാച്ചുറേഷൻ കാണുമ്പോൾ തന്നെ അവിടുത്തെ ഓപ്ഷൻസ് പ്രയോറിറ്റി ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട്. സോ മേക്ക് ഷുവർ പേഷ്യന്റിന് ഹിസ്റ്ററി ഓഫ് COPD എന്തെങ്കിലും ഉണ്ടോ. നോട്ട് ഇൻ ദിസ്, ഈ കേസ് സ്റ്റഡിയിലല്ല, ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. നമുക്കൊരു കേസ് സ്റ്റഡി തരുമ്പോൾ അതിനകത്ത് പേഷ്യന്റ് സാച്ചുറേഷൻ റെസ്പിറേറ്ററി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും പേഷ്യന്റിന് COPD ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യുക. COPD ഉണ്ടെങ്കിൽ 88 to 92% നോർമലാണ്. ബട്ട് ഇൻ ദിസ് കേസ് 89 എന്ന് പറയുന്നത് അബ്നോർമൽ ആണ്. ബിക്കോസ് ഇവിടുത്തെ കണ്ടീഷൻ സിസ്റ്റിക് ഫൈബ്രോസിസ് ആണ്. അതുപോലെ തന്നെ അടുത്തെന്താ, തിക്ക് ഗ്രീൻ സ്പ്യൂട്ടം, അതായത് തിക്കൺ സെക്രീഷൻ ഉണ്ട്. പേഷ്യന്റിന് സെക്രീഷൻസ് എയർവേയിൽ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. ഓക്കെ, അതാണ് വർക്ക് ഓഫ് ബ്രീത്തിങ് ഇൻക്രീസ്ഡ് എന്ന് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ക്രാക്കിൾസ് എപ്പോഴും ഉണ്ടാകുന്നത് ഈ സെക്രീഷൻസ് എയർവേയിൽ ട്രാപ്പ് ചെയ്യുമ്പം എയറിന് പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴുണ്ടാകുന്നതാണ് എന്താ, ക്രാക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റിന് ഡിക്രീസ്ഡ് അപ്പറ്റൈറ്റ് ആണ്, ഫെറ്റീഗ് ആണ്. ഇത്രയാണ് പേഷ്യന്റിന്റെ ഫൈൻഡിങ്സ് തന്നേക്കുന്നത്. ഓക്കെ, അതായത് ഒരു 19-year-old ക്ലയന്റ് വിത്ത് സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇത്രയാണ് പേഷ്യന്റിന്റെ ഫൈൻഡിങ്സ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിന് ക്വസ്റ്റ്യൻ കീവേഡ് ഫൈൻഡ് ഔട്ട്. കീവേഡ് യൂഷ്വലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വെച്ചാൽ ലാസ്റ്റ് 3 വേർഡ്സ് ആണ് നമ്മൾ യൂഷ്വലി ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ലാസ്റ്റ് 3 വേർഡ്സ് നോക്കുമ്പോൾ ഇനിഷ്യൽ വിച്ച് ഇന്റർവെൻഷൻ ഷുഡ് ദ നേഴ്സ് പ്രയോറിറ്റൈസ് ഇനിഷ്യലി. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇതൊരു പ്രയോറിറ്റൈസേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രയോറിറ്റൈസ് ഇനിഷ്യലി എന്താ നമ്മൾ ഇനിഷ്യൽ നേഴ്സസ് ഫസ്റ്റ് ഇന്റർവെൻഷൻ, അതായത് മോസ്റ്റ് കൺസേണിങ് ആയിട്ടുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ സിനാരിയോയിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഏത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ടത്, പ്രയോറിറ്റൈസേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ABC ആണ്. ABC ഫസ്റ്റ് ഏതായിരിക്കും, എയർവേ. എയർവേ. സോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ഞാനിപ്പോ നിങ്ങളെ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു വർഗീസ് യു ക്യാൻ റീഡ് ദ ഓപ്ഷൻ. ഓക്കെ, ലീന ക്യാൻ ഓൾസോ റീഡ് ഇൻ യുവർ മൈൻഡ് ആൻഡ് യു ജസ്റ്റ് ട്രൈ. ഐ എം ജസ്റ്റ് ചെക്കിംഗ് വെദർ യു ആർ ഏബിൾ ടു ഫോളോ മൈ ക്ലാസ് ഓർ നോട്ട്. ഓക്കെ, ഇഫ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ by this theory with this strategy which I have mentioned, of course you are able to follow my class. Okay, so just I am checking an assessment. Can you please read the option and Administer oxygen as prescribed. yeah. Encourage airway clearance therapy. Administer prescribed antibiotics, IV antibiotics. Administer pancreatic enzymes with meals. Encourage high calorie nutrition. Yeah. ആദ്യത്തെ ഓപ്ഷൻ വന്നേക്കുന്നത് അഡ്മിനിസ്റ്റർ ഓക്സിജൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, സെക്കൻഡ് വന്നേക്കുന്നത് എൻകറേജ് എയർവേ ക്ലിയറൻസ് തെറാപ്പി. തേർഡ് വന്നേക്കുന്നത് അഡ്മിനിസ്റ്റർ IV ആന്റിബയോട്ടിക്സ്. നെക്സ്റ്റ് അഡ്മിനിസ്റ്റർ പാങ്ക്രിയാറ്റിക് എൻസൈം വിത്ത് മീൽസ്. നെക്സ്റ്റ് എൻകറേജ് ഹൈ കലോറി ന്യൂട്രീഷൻ. ഓക്കെ, സോ ഇവിടെ ഏതായിരിക്കും മോസ്റ്റ്, നമുക്ക് ആദ്യം എലിമിനേഷൻ മെത്തേഡ് തന്നെ പോവാം. ഓക്കെ, ഏതൊക്കെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഏതൊക്കെയാ? D and E. അതെ, ഇവിടെ ഇപ്പൊ ലങ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ പാങ്ക്രിയാറ്റിക് എൻസൈമിന്റെ ആവശ്യം നമുക്കില്ല. സോ വി ക്യാൻ എലിമിനേറ്റ് ഇറ്റ്. ഓക്കെ, സോ ഓക്കെ, നെക്സ്റ്റ് ഈ ഹൈ കലോറി ന്യൂട്രീഷൻ. ഓഫ് കോഴ്സ് അത് ആവശ്യമാണ്, പക്ഷെ ഇതൊരു പ്രയോറിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനേക്കാളും പ്രയോറിറ്റി നമുക്ക് ലങ്സ് റിലേറ്റഡ്, അതിൽ എയർവേ ബ്രീത്തിങ് ആണ് മോസ്റ്റ് കൺസേൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് ഓൾറെഡി ക്ലയന്റിനോട് ഇൻഫെക്ഷനും ഉണ്ട്. സോ ഇൻഫെക്ഷനും എയർവേയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, എയർവേ ബ്രീത്തിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും മോസ്റ്റ് ഇത്? C വേണ്ട. സി നമുക്ക് വേണം, പക്ഷെ അത് ലേറ്റർ മതി. ദാറ്റ് ഇസ് നോട്ട് എ പ്രയോറിറ്റി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് ഇവിടെ ഇനിഷ്യൽ പ്രയോറിറ്റൈസ്ഡ് ഇന്റർവെൻഷൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ 3 എണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. 2 എണ്ണമാണ് നമുക്ക് കൺഫ്യൂസിങ്, അഡ്മിനിസ്റ്റർ ഓക്സിജൻ ആസ് പ്രിസ്ക്രൈബ്ഡും എൻകറേജ് എയർവേ ക്ലിയറൻസ് തെറാപ്പി. ഏതായിരിക്കാം ചാൻസ്? ഇവിടെ നമ്മൾ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. പേഷ്യന്റിന് ഫീവർ ഉണ്ട്, റെസ്പിറേഷൻ
കൂടുതലാണ്, 30 per minute ആണ്. സാച്ചുറേഷൻ 89% റൂം എയർ, അതായത് പേഷ്യൻ്റെ സാച്ചുറേഷൻ അവിടെ കുറവാണ്. തിക്ക് യെല്ലോ സ്പ്യൂട്ടം ഉണ്ട്, വർക്ക് ഓഫ് ബ്രീത്തിങ് കൂടുതലാണ്, ബയലാറ്ററൽ ക്രാക്കിൾസ് ഉണ്ട്, ഫെറ്റീഗ് ആൻഡ് ഡിക്രീസ്ഡ് അപ്പൈറ്റൈറ്റ് ആണ്. എന്നാലും ഏതായിരിക്കും നമുക്ക് കൂടുതൽ പ്രയോറിറ്റൈസ് ആയിട്ട് വരുന്നത്? ഞാൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം, ആൻസർ ചെക്ക് ചെയ്യാം. ഐ എം ഗിവിംഗ് ടു യു, ജസ്റ്റ് നിങ്ങളുടെ ആ A. തിങ്കിങ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതായിരിക്കാം? A. A. എ. എന്തുകൊണ്ടാ അത് ആ ആൻസർ ഇപ്പോൾ ഒരാൾ എ ചൂസ് ചെയ്തു, എന്തുകൊണ്ടാ ലീന ആ ആൻസർ ചൂസ് ചെയ്യാനുള്ള കാരണം? ജസ്റ്റ് റാഷണല്, വാട്ട് യു ഫീൽ, എന്നിട്ട് നമുക്ക് ആൻസർ വെച്ച് ചെക്ക് Oxygen ചെയ്യാം. saturation 89 only. ഓക്കെ, സാച്ചുറേഷൻ 89 ഉള്ളൂ, സോ യു ആർ ഗോയിങ് വിത്ത് അഡ്മിനിസ്റ്റർഡ് ഓക്സിജൻ. ഓക്കെ, ഇനി ആരാ? വർഗീസിന് ഏതാ ആൻസർ? ഏതാ? എനിക്ക് അതായിട്ടാണ് മേഡം തോന്നുന്നത്, 89 സാച്ചുറേഷൻ കുറവായതുകൊണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ബി എലിമിനേറ്റ് ചെയ്തത്? ഈ ഇപ്പൊ നമ്മൾ ബാക്കി ആവശ്യമുണ്ട്. ബാക്കി മൂന്ന് ആൻസർ Saturation ആക്കുക. എന്തോ സാച്ചുറേഷൻ 89 ആണ്. സാച്ചുറേഷൻ 89 ആണ്. അപ്പൊ പിന്നെ സെക്കൻഡ് ഓക്സിജൻ ലെവൽ ഓക്കെ ആയി കഴിയുമ്പോൾ എൻകറേജ് എയർവേ ക്ലിയറൻസ് തെറാപ്പി ലൈക്ക് നെബുലൈസേഷൻ, ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഒക്കെ കൊടുക്കണം. അതെ, ഇവിടെ പേഷ്യന്റ് ഒന്ന് സ്റ്റേബിൾ ആയിട്ട്. ഓക്കെ, എൻകറേജ് എയർവേ ക്ലിയറൻസ് തെറാപ്പി, ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഇതായിരിക്കും അല്ലേ മാനേജ്മെന്റ്. സോ ആ ചെസ്റ്റ് ഫിസിയോതെറാപ്പിയും ഓക്സിജനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ സാച്ചുറേഷൻ 89 ആണ്. സോ ഹൈപ്പോക്സിൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യണം, ബിക്കോസ് ഹൈപ്പോക്സിൻ നീഡ് ടു മാനേജ്, അതർവൈസ് സാച്ചുറേഷൻ അഗെയിൻ ഗോ ഇൻ ടു ഫോൾ ആൻഡ് ഇറ്റ് ക്യാൻ വേഴ്സൺ ദ സിറ്റുവേഷൻ. സോ ഈ ഒരു ഇത് നിങ്ങളുടെ രീതിയിൽ മീൻസ് നമ്മൾ അനലൈസ് ചെയ്യുവാണ്. ഓക്കെ, സോ യു ബോത്ത് ആർ സെലക്ടിങ് ദ ഓപ്ഷൻ എ ആസ് ദ കറക്റ്റ് ആൻസർ. ഇസ് ഇറ്റ്? ഓരോ ഓപ്ഷനും നമ്മൾ എന്തുകൊണ്ടാണ് എലിമിനേറ്റ് ചെയ്തതെന്നുള്ള റാഷണൽ നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാന 2 ഓപ്ഷനിൽ നമ്മൾ സ്റ്റക്ക് ചെയ്തു. ആ 2 ഓപ്ഷനിലും ഏതാണ് മോസ്റ്റ് കൺസേൺ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ളതും ചെസ്റ്റ് എയർവേ ക്ലിയറൻസ് തെറാപ്പിയും ഓക്സിജനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് മോസ്റ്റ് കൺസേൺ എന്നപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, സോ വി ക്യാൻ ഗോ വിത്ത് ദ ആൻസർ. എന്താ കറക്റ്റ് ആൻസർ? നിങ്ങൾ ചൂസ് ചെയ്ത ഏതാ? ഏതാ? അഡ്മിനിസ്റ്റർഡ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ രണ്ടുപേരും ശരിയായ രീതിയിലാണ് അനലൈസ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു കൺഫ്യൂഷൻ വന്നു അവസാനം, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ആ തിയറി നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നമ്മൾ ABC സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു, അല്ലേ? എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. സോ ഇവിടെ വരുമ്പോൾ എപ്പോഴും അതെ, ഈ അഡ്പി അതും കൂടെ നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെക്കുക. അഡ്പി മീൻസ് അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ. അതിൽ ഒരു നോർമൽ സിനാരിയോ ആണ്. നോർമൽ സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ അസസ്മെന്റ് ആയിരിക്കും ഫസ്റ്റ്, വിച്ച് റിലേറ്റഡ് ടു ദ കണ്ടീഷൻ. ഓക്കെ, ബട്ട് ഇതൊരു അബ്നോർമൽ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ക്ലയന്റ് കോംപ്ലിക്കേഷൻ സ്റ്റേജിലോട്ടാണ് പോകുന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും ഫസ്റ്റ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ തന്നേക്കുന്ന ഓപ്ഷൻസിൽ ഒന്നും അസസ്മെന്റ് അല്ല തന്നെ. ഇവിടെ തന്നെ 2 അവസാനം നമ്മൾ സ്റ്റക്ക് ചെയ്ത എയും ബിയും ഇംപ്ലിമെന്റേഷൻ റിലേറ്റഡ് ആണ്. ഏതാ? ഓക്സിജനും ചെസ്റ്റ് ഫിസിയോതെറാപ്പി. ഈ 2 ഇംപ്ലിമെന്റേഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതായിരുന്നു? ഓക്സിജൻ ആയിരുന്നു ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത് ഓൾറെഡി നമ്മൾ അനലൈസ് ചെയ്ത കറക്റ്റ് സ്ട്രാറ്റജി തന്നെയാണ്, അല്ലെങ്കിൽ ആ കറക്റ്റ് രീതി തന്നെയാണ്. സാച്ചുറേഷൻ 89% ആണ്. ഇവിടെ നമ്മൾ സാച്ചുറേഷൻ കുറവാകുമ്പോൾ ഓഫ് കോഴ്സ് ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറയും. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഓഫ് കോഴ്സ് അത് ഓക്സിജനേഷൻ അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ പേഷ്യന്റ് ആ ഒരു ഓക്സിജൻ നമ്മൾ അവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ വേഴ്സൺഡ് ആവും. ഓക്കെ, എക്സാസർബേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. So here we applying the strategy ABC, airway breathing circulation. Here the breathing and the oxygenations are which one? The first. Okay, and already ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, സോ ഏതാ? എയർവേ ക്ലിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ, പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് പേഷ്യൻറ്റിൻ്റെ അബ്നോർമലി ഉള്ള കണ്ടീഷൻ സാച്ചുറേഷൻ ഫോൾ ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേഷ്യൻ്റ് ആൻറ്റിബയോട്ടിക് ആവശ്യമാണ്. ഓക്കെ, പക്ഷേ ആദ്യം നമ്മൾ ഹൈപ്പോക്സീമിയ കറക്റ്റ് ചെയ്തിട്ടേ പിന്നെ ആൻറ്റിബയോട്ടിക്കിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. ന്യൂട്രീഷൻ ആൻഡ് പാങ്ക്രിയാറ്റിക് എൻസൈംസും ക്ലയൻറ്റിന് ആവശ്യമാണ്, ബട്ട് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഓക്സിജനേഷൻ കഴിഞ്ഞിട്ടായിരിക്കും പാങ്ക്രിയാറ്റിക് എൻസൈംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡെമോ ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതിന് ജസ്റ്റ് ഒരു
ഓവർ തിയറി അല്ലെങ്കിൽ എൻക്ലക്സിന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ, ഒന്ന് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ അനാലിസിസിൽ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് മെഷർമെന്റ് മോഡൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിനാരിയോ തരുമ്പം എന്താണ് അബ്നോർമൽ ഫൈൻഡിങ്സ്, എന്താണ് മോസ്റ്റ് അർജന്റ് നീഡ്, അല്ലെങ്കിൽ ഏത് കണ്ടീഷനാണ് ലൈഫ് ത്രെട്ടണിങ്. ഓക്കെ, നമുക്ക് എൻക്ലക്സ് ആറിന് അവർ അസസ് ചെയ്യുന്ന വെച്ചാൽ വൈ അല്ലെങ്കിൽ ഹൗ എ നേഴ്സ് ക്യാൻ വർക്ക് എസ് എ സേഫ് ആർ എൻ. സേഫ് ആർ എന്ന് വെച്ചാൽ ടു പ്രൊമോട്ട് ദ പേഷ്യന്റ് സേഫ്റ്റി, ടു സേവ് ദ പേഷ്യന്റ് ലൈഫ്, ടു പ്രിവെന്റ് ദ കോംപ്ലിക്കേഷൻ, ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ. ഓക്കെ, അതായത് ഒരു പേഷ്യന്റിന് നമ്മളൊരു കോംപ്രിഹെൻസീവ് കെയർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന് എത്രത്തോളം നമുക്ക് ലൈഫിന്, അതിപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രമല്ല കേട്ടോ, ഏത് സിസ്റ്റം ആണെങ്കിലും ഇനിയുണ്ട് ജനറൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് നഴ്സിംഗ് ഉണ്ട്, ഡെലിഗേഷൻ ഉണ്ട്. ഓക്കെ, നമ്മളൊരു എന്താ ഈവൻ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്യുന്നത്, ഇതിലെല്ലാത്തിലും നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യേണ്ടത് സേഫ് ആയിട്ട് ഒരു പേഷ്യന്റിന്റെ കെയർ എങ്ങനെ കൊടുക്കാൻ പറ്റും വിത്തൗട്ട് വേഴ്സണിങ് ദ പേഷ്യന്റ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് അബ്നോർമൽ ഫൈൻഡിങ്സ് തന്നിട്ട് മെട്രിക്സ് മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് കുറച്ച് ഫൈൻഡിങ്സ് തന്നിട്ടുണ്ടാകും, 3 കോളമായിട്ട് തന്നിട്ടുണ്ടാകും. പേഷ്യന്റ് കണ്ടീഷൻ ഇംപ്രൂവ്ഡ് ആയോ, വേഴ്സൺഡ് ആയോ, അൺചേഞ്ച്ഡ് ആയോ. സോ ഈ വൈറ്റൽ സയൻസ് 2 സമയത്തുള്ള ട്രെൻഡ് വെച്ചിട്ട്, ട്രെൻഡ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്, 2 സമയത്തുള്ള വൈറ്റൽ സയൻസ് തന്നിട്ട് ആ വൈറ്റൽ സയൻസിന്റെ വെളിച്ചത്തിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആകുന്നുണ്ടോ, അൺചേഞ്ച്ഡ് ആണോ. ഇപ്പൊ പേഷ്യന്റിന്റെ BP വന്നപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണോ, ഇപ്പം BP കൺട്രോൾ ആയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ അവിടെ ഇംപ്രൂവ്ഡ് ആണോ. ഓക്കെ, ഇനി വന്നപ്പോൾ പേഷ്യന്റിന്റെ BP ബോർഡർ ലൈൻ ആയിരുന്നു, ബട്ട് അടുത്ത വൈറ്റൽ സയൻസ് വന്നപ്പോൾ BP കൂടുതലാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ വേഴ്സൻഡ് ആണ്. അപ്പോൾ വന്ന സമയത്തും പേഷ്യന്റിന്റെ BP സെയിം തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 130/80 ആണ്, ജസ്റ്റ് ഒരു 2 അവർ കഴിഞ്ഞിട്ടും പേഷ്യന്റ് BP സെയിം BP ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് കണ്ടീഷൻ അൺചേഞ്ച്ഡ് ആണ്. ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ 3 ടൈപ്പ്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജിയാണ് ഏതാ, ഈ പ്രയോറിറ്റൈസേഷൻ സ്ട്രാറ്റജി, അതുപോലെ തന്നെ അഡ്പി മെത്തേഡ്, ഇനി ഒരു കേസ് സ്റ്റഡി അനാലിസിസിന് ഉപയോഗിക്കുന്നതാണ് ISBAR. സോ ഈ ടൂളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു കേസ് സ്റ്റഡി കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത്, കേസ് സ്റ്റഡി നോട്ട് ഓൺലി കേസ് സ്റ്റഡി, ഏത് ന്യൂജൻ ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കി ആൻസറിലോട്ട് എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, യൂസ് സ്ട്രാറ്റജി. ഓക്കെ, അതുപോലെ തന്നെ യൂസ് എലിമിനേഷൻ മെത്തേഡ്. ഇന്ന് നമ്മൾ ആദ്യം എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് റോങ് ആൻസറിനെല്ലാം എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഓപ്ഷൻസ് കണ്ടപ്പോൾ ഇച്ചിരി ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയായിരുന്നു അല്ലേ, ഇതിൽ ഏതായിരിക്കും ആൻസർ എന്നുള്ളത്. ബട്ട് വെൻ വി അപ്ലൈ ദ എലിമിനേഷൻ സ്ട്രാറ്റജി ബൈ എലിമിനേറ്റിംഗ് ഈച്ച് ഓപ്ഷൻ, ഓട്ടോമാറ്റിക്കലി വി റീച്ച് ടു ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊരു രീതിയാണ് ക്വസ്റ്റ്യൻ അനാലിസിസിലുള്ള. ഇതുപോലെ ഇപ്പം ഡെയിലി ഇപ്പം ഞങ്ങളുടെ ക്ലാസ് വരുവാന്നുണ്ടെങ്കിൽ ഇപ്പം ഡെയിലി തിയറി ഉണ്ടാകും, ഒരു ക്വസ്റ്റ്യൻ വേൾഡ് ക്വസ്റ്റ്യൻ ബാങ്ക് യൂസ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാകും. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ലയോ, സെയിം ലൈക്ക് സ്റ്റുഡൻസ് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ്. അപ്പം അതാ ഞാൻ പറയാം, ഞാനിപ്പം ക്വസ്റ്റ്യൻ അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ തിങ്കിങ് ഇമ്പ്രൂവ് ആവത്തില്ല. എനിക്കിത് ഈസി ആയിട്ട് ഒരു സാധാ ഒരു ഡെമോ ക്ലാസ്സിന് നമ്മൾ എന്നാ ചെയ്യുന്ന, ഒരു തിയറി പഠിപ്പിക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ ഞാൻ അസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അനലൈസ് ചെയ്യുന്നു, ഇതാണ് ആൻസർ. ഓക്കെ, എനിക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാവുന്നേ ഉള്ളൂ. ബട്ട് ഐ എം നോട്ട് സ്റ്റോപ്ഡ്. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, ബട്ട് ഐ ടുക്ക് ഓൾമോസ്റ്റ് 1 hour ടു എക്സ്പ്ലെയിൻ വിത്ത് യു. മീൻസ് ഐ എം ഗിവിങ് യു ടു ബൂസ്റ്റ് അപ്പ് യുവർ ക്രിട്ടിക്കൽ തിങ്കിങ്. അത് ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഇത്രയും കോൺഫിഡൻസ് വന്നു എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഇങ്ങനെ ഒരു 1-to-1 ഡിസ്കഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യും അല്ലേ. ഇപ്പം നമ്മളും ഞാനും ഇപ്പം പല ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക, അവിടെ നമ്മളുടെ പാർട്ടിസിപ്പേഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കവിടെ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അല്ല ജസ്റ്റ് ഒരു ലെക്ചർ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കേൾക്കുന്നു, നമ്മൾ പോകുന്നു. അവിടെ ഒരിക്കലും നമുക്ക് സ്റ്റുഡൻസിന് എത്രത്തോളം മനസ്സിലായോ, അല്ലെങ്കിൽ അത് എനിക്കും അറിയാൻ പറ്റത്തില്ല, ഇത് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്കത് ക്ലിയർ ആയോ എന്നുള്ളത് എനിക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈവൻ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം, മനസ്സിലായിട്ടുണ്ടാവില്ല. ബട്ട് അവിടെയാണ് ഇവാലുവേഷൻ. ഓക്കെ, ഇത് സെയിം ലൈക്ക് ഇവിടെ ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് മെഷർമെന്റ് മോഡൽ എടുത്തതുപോലെ തന്നെ നമ്മൾ എന്ത് ഇവാലുവേറ്റ് ചെയ്യുക ഓരോ കാര്യങ്ങളും. സോ ഇപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ട് ആ ഗ്രാഫ് എനിക്ക് കാണാൻ പറ്റും. സോ ഏത് ക്രൈറ്റീരിയ ആണ് നിങ്ങൾക്ക് ലാക്കിങ്, അതനുസരിച്ചിട്ടുള്ള സജഷൻസ് എനിക്ക് തരാൻ പറ്റും. ഓക്കെ,
വേണ്ടത് കൺസിസ്റ്റൻസി. ഞാൻ എപ്പോഴും പറയുവാണ്, ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു, വേറെ ഒരു 3 ദിവസം അറ്റൻഡ് ചെയ്തില്ല, വന്ന് 4ാമത്തെ ദിവസം അറ്റൻഡ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്കൊരു 3 മാസം കൊണ്ട് ഒരിക്കലും പാസ്സാക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമുക്കൊരു ടൈം സെറ്റ്, പിന്നെ എല്ലാത്തിനും ഉപരി തുടങ്ങുമ്പോൾ തന്നെ അത് ഓരോ ഡേയ്സിലും തുടങ്ങുന്നതിന് പിന്നെ നമ്മൾ ഒരു ദൈവഭയത്തോടുകൂടെ തുടങ്ങുക. അതായത് അതിപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഏതാണോ അത് ഞാനൊന്നും കമ്പൽ ചെയ്യുന്നില്ല, ബട്ട് നമ്മൾ ഒരു ദൈവവിശ്വാസത്തോടു കൂടെ നമ്മൾ, കാരണം ഇതൊരു ജേർണിയാണ്. നമ്മൾ സാധാരണ നമുക്ക്, ഞാൻ പറയുന്ന പോലെ ഇതൊരു ഒരു 80% നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും 80% നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാളും ഉപരിയാണ് ദൈവത്തിന്, മീൻസ് നമ്മളുടെ ഹാർഡ് വർക്ക് അതിനേക്കാളും സ്മാർട്ട് വർക്കാണ് നമുക്കിവിടെ ആവശ്യം. സ്മാർട്ട് വർക്ക് ഇൻ ദ സെൻസ് ക്വാണ്ടിറ്റി അല്ല നമുക്ക് ആവശ്യം, ക്വാളിറ്റിയാണ് ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി 300 ക്വസ്റ്റ്യൻ ചെയ്യുന്നേക്കാളും വിത്തൗട്ട് റിവ്യൂ ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ് യു ഡു മിനിമം 50 ക്വസ്റ്റ്യൻ ആൻഡ് വിത്ത് റിവിഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇറ്റ് വുഡ് ബി ബെറ്റർ. അപ്പോൾ ക്വാളിറ്റി അനാലിസിസ് ആണ് നമുക്കിവിടെ വേണ്ടത്. പക്ഷേ പഠിക്കുന്നതിനോടൊപ്പം നമുക്കൊരു ദൈവഭയം വേണം, നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം വെച്ചാൽ എന്നെ കൊണ്ടത് പറ്റും. ഓക്കെ, ദൈവത്തിലുള്ള വിശ്വാസം പ്ലസ് നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം വേണം. ഓക്കെ, എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ തന്നെ ഒരു ടൈം സെറ്റ്, ഗോൾ സെറ്റ് ചെയ്യുക. നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഇല്ലാണ്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. വി ഷുഡ് സെറ്റ് എ ടൈം ലിമിറ്റ്. ഇപ്പോൾ ഒരു 3 മന്ത് ആണോ, അല്ലെങ്കിൽ നമ്മൊരു 4 മന്ത് ആണോ, 6 മന്ത് ആണോ, ഒരു ടൈം ലിമിറ്റ് വെച്ച് അത് നിങ്ങളുടെ പേഴ്സണൽ ഡയറിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഇന്ന മാസത്തിൽ ഞാൻ NCLEX പാസ്സാകും. യു ക്യാൻ വിഷ്വലൈസ് ഇറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ചുകൂടെ മൈൻഡിൻ്റെ ഇതും കൂടെ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മുടെ മൈൻഡ് വേണം. നമുക്ക് ഫോക്കസ് ഇല്ലാണ്ട് നമ്മൾ എത്ര പഠിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ മൈൻഡ് അവിടെ ട്രാക്കിലില്ലയോ, വി കനോട്ട് ഡു എനിത്തിങ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ, ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ അനാലിസിസ് മാത്രമല്ല, അതിനോടൊപ്പം ദൈവവിശ്വാസം വേണം, പ്ലസ് നമ്മളിലുള്ള വിശ്വാസം നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? കോൺഫിഡൻസ്, ഞാനത് ഉദ്ദേശിച്ചത്. കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്ത് നമുക്കത് എന്തൊക്കെ, ആ ഒരു ഗോൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒബ്സ്റ്റക്കിൾസ് എന്താ, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾസ് എന്താ. വിനോ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. അതിനിടയ്ക്കാണ് ഈ വർക്ക് ലൈഫ് പ്ലസ് സ്റ്റഡി എന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്. കുഞ്ഞു കാര്യമല്ല, അതൊരു വലിയൊരു കാര്യമാണ്. ഞാനത് ആ ഒരു കാര്യം സക്സീഡ് ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സ്ട്രഗിൾ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ട്രഗിൾ ഉണ്ടെങ്കിലും, ബട്ട് ഇഫ് ഷുഡ് ഹാവ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ വിത്ത് അവർ ഗോൾ, ഓഫ് കോഴ്സ് വി ക്യാൻ അച്ചീവ് ഇറ്റ്. ഇപ്പം നമുക്ക് വേണ്ടത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ വേണ്ട. അതിൻ്റെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പഠിക്കാൻ സമ്മതിക്കത്തെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഇറ്റ് അനദർ ടൈം ഫോർ ദ സ്റ്റഡി. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഞാൻ NCLEX പ്രിപ്പയർ ചെയ്യുക, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റി നിന്നോ നമ്മുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി നിന്നോ നമുക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. വാട്ട് വി ക്യാൻ ഡു, നമുക്ക് നമ്മളുടെ സമയത്തിന് എന്ത് ചെയ്യുക, ഒരു ടൈം ഒരു സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഓൺ ദ പ്രീവിയസ് ഡേയോ അല്ലെങ്കിൽ അന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അന്നത്തെ ഡ്യൂട്ടി അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അന്നത്തെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എപ്പം ഒരു മിനിമം ഇപ്പം അതർ ക്ലാസ്, ഓക്കെ, ക്ലാസ് കൂടാണ്ട് ഒരു മിനിമം 1 അവർ നിങ്ങൾക്ക് 1 അവറോ എത്രയാന്ന് വെച്ചാൽ, ഇനിഷ്യലി എത്രയൊന്നും പറ്റത്തില്ല, ബട്ട് അത് ഓൺ ദ ട്രാക്ക് വരുമ്പോൾ നിങ്ങൾ അത് ഗ്രാജുവലി ചെയ്തോളൂ. അപ്പോൾ ഒരു ടൈം സെറ്റ് ചെയ്ത് ആ സമയത്ത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ സെൽഫ് പ്രിപ്പറേഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഡ്യൂട്ടി അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്കത് ക്ലാസ് കേട്ടാൽ മതി. പക്ഷെ അതുപോലെ അല്ല, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പമുള്ള നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ. ഓക്കെ, ഞാനത് തുടക്കത്തിലേ പറയുവാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ക്ലാസ്സിന് പോലും ഒത്തിരി ആൾക്കാർ എടുക്കാത്തത്. എന്നുവെച്ചാലും കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഫ്രീ ഡെമോ ക്ലാസ് കൊടുക്കുമ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾ രണ്ടുപേരും പെർഫോമൻസ് എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ അവസരം തന്നു ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട്. സെയിം ലൈ ഇപ്പം ഞാൻ അങ്ങനെ ഒത്തിരി ഞാൻ ജോയിൻ ചെയ്ത ഉടനെ പാസ് റിസൾട്ട് ഒന്നും ഞാൻ എൻഷുർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ഇൻ ദ സെൻസ് ഐ എം സെയിങ് അറ്റൻഡ് ദ ക്ലാസ്. ഇപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും റെക്കോർഡഡ് വീഡിയോസ് കിട്ടും. ഓക്കെ, ആ ഒരു വീക്കിൽ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ വീക്കിൽ മോക്ക് ടെസ്റ്റ്, എല്ലാ സാറ്റർഡേയും മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. സോ ആ മോക്ക് ടെസ്റ്റിന് മുന്നേ ആ വീക്കിലെ പെൻഡിങ് ക്ലാസ്സസ് എല്ലാം തീർക്കണം. ഓക്കെ, തീർത്താൽ മാത്രമേ നമുക്ക് ആ മോക്ക് ടെസ്റ്റ് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ഒക്കെ വരും, അതൊക്കെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും, അതിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ബട്ട് അതിനോടൊപ്പം നമ്മുടെ പെർഫോമൻസ് ഗ്രാഫ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഗ്രാഫ് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാൻ പറ്റും.
അത് ഗ്രാജുവലി തുടക്കത്തിലൊക്കെ ചിലപ്പോൾ സ്കോർ കുറവായിരിക്കും. ബട്ട് അത് കണ്ടൊന്നും പാനിക് ആവേണ്ട. കാരണം വെച്ചാൽ തുടക്കക്കാർ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഈ പാസ്സായവരോട് ചോദിച്ചാൽ മതി. ദൈവഭാഗ്യത്തിന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടി. ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞ് ചെറുതായിരുന്നു. ഈവൻ ഇപ്പം ഞാൻ നാട്ടിൽ ശ്രീചിത്രയിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ വീടും ശ്രീചിത്രയും തമ്മിൽ ഒരു 1.5 hour ജേർണി ഉണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഡ്യൂട്ടി അവിടുത്തെ ഷിഫ്റ്റ് ഒക്കെ ഇത്തിരി വ്യത്യാസമാണ്. ഓക്കെ, വ്യത്യാസം വെച്ചാൽ 6 hour അല്ല. അപ്പൊ മോർണിംഗ് 8 hour, ഈവനിങ് 5 hour, നൈറ്റ് 11 hours. ഇതാണ് അവിടുത്തെ ഷിഫ്റ്റ് വരുന്നത്. ബട്ട് എന്നിരുന്നാലും ഈ ടൈറ്റ് ഷെഡ്യൂൾസിനുള്ളിൽ എനിക്കത് ചെയ്തെടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഓൾസോ. ഇപ്പം ഞാനിപ്പോൾ ഒരു 15 years എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എക്സ്പീരിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഈ ഒരു അനാലിസിസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ റിയൽ ലൈഫ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി എക്സ്പീരിയൻസ് ഇല്ല, 0 എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലാസ് ക്ലിയർ ആയിട്ടും, ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചത് തിയറി കറക്റ്റായിട്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്ത് ക്രിട്ടിക്കലി നമ്മൾ അനാലിസിസ് നമ്മൾ ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എക്സാമാണ്. നമ്മൾ സമയവും പൈസയൊക്കെ വേസ്റ്റ് ചെയ്യുന്നേക്കാളും യു സ്പെയർ സം ടൈം. ഓക്കെ, ജസ്റ്റ് കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദ എൻക്ലക്സ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഇപ്പോൾ പ്രോസസ്സിങ് ചെയ്തിട്ടില്ലാത്തവരാകാം, ചെയ്തിട്ടുണ്ടവരാകാം. അത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്കത്, ബട്ട് നമുക്കൊരു ടൈം ലിമിറ്റ് വേണം. ആ ടൈം ലിമിറ്റിൽ എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളത് കറക്റ്റായിട്ട് കമ്മിറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ഇപ്പം എല്ലാ ദിവസവും പറ്റിയെന്ന് വരില്ല. കാരണം നമ്മുടെ ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകും. അത് നമുക്ക് എക്സ്ക്യൂസബിൾ ആണ്. പക്ഷേ അതർവൈസ് നമുക്കൊരു ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്ട്രോങ് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ എന്ത് സ്ട്രഗിൾ വന്നാലും നമുക്കതൊന്നും സ്ട്രഗിളായിട്ട് തോന്നത്തില്ല. അതിനൊക്കെ മറികടന്ന് നമ്മൾ എത്തിയിരിക്കും. ഓക്കെ, സോ ഇപ്പം അവസരങ്ങൾ നമ്മളുടെ ഇപ്പം ഈ ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് ആണെങ്കിലും അവസരങ്ങൾ ഇപ്പോൾ ഒട്ടനവധിയാണ്. പക്ഷെ എന്നും ഈ അവസരങ്ങൾ നമുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന അവസരം നമ്മളത് എന്ത് ചെയ്യുക, ഇപ്പോഴാണോ നമുക്കത് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളത് എന്ത് ചെയ്യുക, ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് ക്ലാസ്സിനെ പറ്റി. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് സിസ്റ്റിക് ഫൈബ്രോസിസ് പഠിപ്പിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. ഞാനൊരു 15 minute ആണ് ഉദ്ദേശിച്ചത്. ബട്ട് എനിക്കറിയത്തില്ല, എനിക്ക് ജനറൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഓക്കെ, അതർ ദാൻ ഇതൊക്കെ എല്ലാം വെബിനാറിലാണ് യൂഷ്വലി പറയുന്നത്. ബട്ട് എന്നാലും ഞാൻ അതൊക്കെ ഇതിനകത്ത് എല്ലാം ഉൾപ്പെടുത്തിയത് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിക്കറിയാം ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. അതായത് ഇപ്പം ന്യൂജൻ ക്വസ്റ്റ്യൻ മോഡലൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു കുറച്ചൊരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് ഒരു ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. മീൻസ് ക്ലാസ് എങ്ങനെയായിരുന്നു, എന്തെങ്കിലും ഫോളോ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? ക്ലാസ്സിന്റെ ടൈം ഒരേ ടൈമാണ്. ക്ലാസ്സിന്റെ സമയം വന്നിട്ട് ആക്ച്വലി മലയാളം ക്ലാസ് യൂഷ്വലി നൈറ്റിലാണ് വരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ രാവിലെയാണ് ആദ്യം വെച്ചത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഈ മിഡിൽ ഈസ്റ്റിലുള്ളവർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ, ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് സൗദിയിലും ഈ ബഹ്റിനിലൊക്കെ ഉണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് ഇല്ല, കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. ബട്ട് ഉള്ളവരെല്ലാം തന്നെ എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യ, കേരളത്തിനകത്തുള്ള 1-2 പേരേ ഉള്ളൂ. അപ്പം അവരുടെയൊക്കെ സമയം ഇപ്പം മാനിച്ചിട്ട് ഇപ്പം നൈറ്റിലാണ് ഈ ക്ലാസ് ഇപ്പം വെച്ചേക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം 8:30 to 9:30 മലയാളം ക്ലാസ്സിന്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. 8:30 to 9:30 ക്വസ്റ്റ്യൻ ഡിസ്കഷനും 9:30 to 10:30 അത് ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോകും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ടാണ് വെച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇംഗ്ലീഷിലായിരിക്കും, കാരണം ഇംഗ്ലീഷ് ബാച്ചും കൂടെ ഉള്ളതുകൊണ്ട്. ബട്ട് അത് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും. ക്ലാസ് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ 8:30 9:30 നിങ്ങൾക്ക് ഈവൻ നൈറ്റിൽ ബുദ്ധിമുട്ടുള്ള ടൈമാണോ? പിന്നെ ഒരു കാര്യം, ചില സമയത്ത് ചിലപ്പോൾ ഇച്ചിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാപ്പോഴും അല്ല, ചില സമയത്ത് ആയെന്ന് വരും. ബട്ട് എനിവേ ഈ നൈറ്റിലാണ് ക്ലാസ് വരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി US-ലാട്ടോ ഉള്ളത്. സോ ഞാനിപ്പോൾ ഇവിടെ ഇതിപ്പം ഒരു കോഴ്സ് ചെയ്യുവാണ്. സോ എൻ്റെ ടൈമിങ് നിങ്ങൾക്ക് അവിടെ രാത്രിയാകുമ്പോൾ എനിക്കിവിടെ പകലായിരിക്കും. വേറെയും ഒരു മിസ്സുണ്ട് പഠിപ്പിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഇച്ചിരി തിരക്കായതുകൊണ്ട് ഇപ്പം ഞാൻ മാത്രം എടുക്കുന്നത്. ബട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ ജോയിൻ ചെയ്യും പഠിപ്പിക്കാനായിട്ട്. സോ എനിവേ രാത്രിയിലായിരിക്കും ക്ലാസ് വരുന്നത്, 8:30 to 9:30 അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ. അതെ 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 അതെ. ഓക്കെ ഓക്കെ, ആ ടൈമിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? 8:30 ഡിസ്കഷനോട് ചേർന്ന് 10:30 ആവുമോ? അതെ, 10:30, 8:30 to 10:30. അത് 1 hour ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ കാരണം ഡിസ്കഷൻ എനിക്ക് എന്റെ ഡ്യൂട്ടി ടൈം എന്ന് വെച്ചാൽ 7:30 to 7:30 ആണ്. അപ്പം നാട്ടിലെ സമയം 10 മണി ഡ്യൂട്ടി കഴിയും. പക്ഷെ ഹാൻഡ് ഓവർ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ തന്നെ
നമ്മുടെ നാട്ടിലെ സമയം ഒരു 10:45, 11. നൈറ്റ് അപ്പം ആണോ ഉദ്ദേശിച്ചത്? ഡേ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല, നൈറ്റ് ആണെങ്കിലും 7:30 to 7:30. അപ്പൊ ഒരു ഉം. 6